بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. നമ്മുടെ മൻഹജ് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ സബ്ജക്റ്റ് ബേസ്ഡ് വിഷയാധിഷ്ഠിത പഠന ക്ലാസ്സിന്റെ 4ാമത്തെ ക്ലാസ്സിലാണ് ഉള്ളത്. അതില് ആദ്യ ഭാഗത്ത് നമ്മൾ അള്ളാഹുവിന്റെ റബ്ബ് എന്ന വിശേഷണത്തെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ റബ്ബ് എന്നുള്ള പദം ഖുർആനിൽ ഏകദേശം എത്ര തവണ വരുന്നുണ്ട്? 1000ഓളം തവണ വരുന്നുണ്ട്. ഇലാഹ് എന്നുള്ള പദവും അള്ളാഹു എന്നുള്ള പദം കൂടി അതിലേക്ക് ചേർത്ത് നിർത്തിയാൽ ഏകദേശം 2000ഓളം തവണ, ഏകദേശം 3000ഓളം തവണ വരുന്നുണ്ട്. ഇപ്പോ ഇലാഹും റബ്ബും തന്നെ പഠിക്കുമ്പോൾ എത്ര കനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ക്രോഡീകരിച്ചത് എന്ന് നിങ്ങൾ നോക്കൂ. അതായത് ഖുർആനിൽ മൊത്തം 78,000 പദങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു 600 പേജ് ആണ് നമ്മുടെയൊക്കെ കയ്യിലുള്ള മുസ്ഹഫ് ഉണ്ടാവുക. ഖുർആന് പേജില്ല കേട്ടോ, മുസ്ഹഫിനാണ് പേജുള്ളൂ. അത് മനസ്സിലാക്കണേ. നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിനെ മുസ്ഹഫിലേക്ക് ആക്കിയതാണ് മനുഷ്യര്. അപ്പോ ആ 600 പേജില് ഓരോ പേജിലും 15 വരികൾ ഉണ്ടാവും. ആ 15 വരികളില് ശരാശരി 9 പദങ്ങൾ ഉണ്ട് എന്നാണ്. ശരാശരി ചിലപ്പോൾ 12 ആകാം, ചിലപ്പോൾ അത് 6 ആകാം. ശരാശരി 9 പദങ്ങൾ. അപ്പൊ അങ്ങനെ കൂട്ടിയാൽ ഏകദേശം 78,000 പദങ്ങൾ ഖുർആനിലുണ്ട്. ആ 78,000 പദങ്ങളില് 4000ഓളം പദങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ അള്ളാഹു, റബ്ബ്, ഇലാഹ് എന്നുള്ള പദങ്ങളാണ്. അപ്പൊ ആ പദങ്ങൾ എത്ര ആവർത്തിക്കപ്പെടുന്നോ അത്രത്തോളം ആശയവും ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് ഖുർആൻ പഠനത്തിന്റെ ഒരു തത്വം. അത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് അറബി ഭാഷയിൽ മാത്രമല്ല, ഖുർആൻ പഠനത്തിലെ ഒരു തത്വം എന്താണെന്ന് വെച്ചാല് സിയാദത്തുൽ മബ്ന തുഫീദു സിയാദത്തുൽ മഅന എന്നാണ്. സ്ട്രക്ചർ വലുപ്പം കൂടുമ്പോൾ ഒരു അക്ഷരമോ അതല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു മദ്ദോ അവിടെ പോലും ഒരു പ്രത്യേക അർത്ഥം അതിന് കൂടും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമായിട്ട് നമ്മളെപ്പോലെ നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ അടുത്തൊരു പോയിന്റ് കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു പര്യായപദം വെറുതെ ഉപയോഗിക്കും. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ അടുത്തൊരു പോയിന്റിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യരങ്ങനെയാണ്. മനുഷ്യർക്ക് ചിലപ്പോ പറയാനുള്ളൊരു ആശയം പൂർണ്ണമായി പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ അള്ളാഹു എന്നുള്ള വാക്ക് അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായൊരു ഉദ്ദേശം ഉണ്ടാവും. ഇത് തന്നെയാണ് റബ്ബ് എന്നുള്ള പദത്തിനുള്ളത്, ഇലാഹ് എന്നുള്ള പദത്തിനൊക്കെ ഉള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സുകൾക്ക് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ അസ്മാ ഉൽ ഹുസ്ന, അസ്മാ ഉൽ ഹുസ്ന അതിലേക്കാണ് പ്രവേശിച്ചത്. അതിസുന്ദരമായ അള്ളാഹുവിന്റെ നാമങ്ങൾ. അപ്പൊ ആ നാമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സുഖം അതിന്റെ അറബി ഭാഷയിൽ ഫഅല എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഫഈല്, ഫഊല്, ഫാഇല്, മുഫ്ഇല് എന്നൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയാൽ നമുക്ക് എളുപ്പമുണ്ടാകും എന്ന് പറയുകയും അതിന്റെ നോട്ടുകളൊക്കെയാണ് നിങ്ങൾക്ക് തരികയും ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതേ കാര്യത്തിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഗുണം ആദ്യം പറയാം. അങ്ങനെയാണല്ലോ, ഇതൊക്കെ ആദ്യം അങ്ങനെ പുതിയ കാലത്ത് അങ്ങനെയാണ് പറയേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നതിനെക്കാട്ടി നല്ലത് ഖുറാനിലെ ഏകദേശം 10,000 പദങ്ങൾ, 10,500-ലധികം പദങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 10,500 വേർഡ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം 99 നാമങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ. 99 നാമങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 10-75 പദങ്ങളുടെ ഒരു റിപ്പീറ്റേഷൻ ആണ്. ഈ പദങ്ങൾ ഖുർആനിൽ 10,500-ലധികം തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ 78,000 പദങ്ങൾ എന്ന് പറഞ്ഞാല് ഏകദേശം 15,000 പദങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ കഴിയും. അത് അള്ളാഹു അങ്ങനെയാണിത്, ഈ കിതാബ് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോ അതിലേക്കാണ് നമ്മൾ ഒന്ന് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ അറബി ഭാഷ അർത്ഥം അതിലുണ്ടാവും. പിന്നെ ഒപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ള ടാസ്കുകൾ, ആ ടാസ്കുകൾ നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അൽ അസ്മാ ഉൽ ഹുസ്നയുടെ ഈ പാഠം കഴിയുന്നതോടുകൂടി തന്നെ
നേരത്തെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു എഫേർട്ടൊക്കെ വെച്ച് ചെറിയൊരു എഡിറ്റിംഗ് നമ്മുടെ ഭാഗത്തും കൂടിയൊക്കെ വെച്ചുകൊണ്ട് ഇൻഷാല്ല ഒരു PDF രൂപത്തിൽ എല്ലാവർക്കും കൈമാറാനൊക്കെ പറ്റുന്ന നമ്മുടെ ഈ മൻഹജ് ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് പഠനോൽപ്പന്നം എന്ന് പറയും, എല്ലോസ് ലേണിംഗ് എന്താണ് ഔട്ട്കംസ്, ആ സംഗതി കൊടുക്കണമെന്നാണ് കരുതുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയില് നേരത്തെ നമ്മള് ഫായില് ഫഈല് മുഫ്ഇല് വെച്ചുകൊണ്ടാണല്ലോ തിരിച്ചറിഞ്ഞത് അല്ലെ. ഇപ്പൊ ഫായില് വരുമ്പോ അള്ളാഹുവിന്റെ പേര് വരുമ്പോ എന്താണ് ഓരോ വാജിദ് അള്ളാഹുവിന്റെ പേരായിട്ട് വരും. മുഫ്ഇല് വരുമ്പോ മുഖസിത്ത് അള്ളാഹുവിന്റെ പേരായിട്ട് വരും. അതുപോലെ തന്നെ ഫആൽ എന്നുള്ള രൂപത്തിൽ ആവർത്തിച്ച് വരുന്നത് തവ്വാബ്, ഗഫാർ, വഹാബ് എന്നുള്ള. അപ്പോ അതിനെ വേറൊരു രീതിയിലൂടെ നമ്മൾ പഠിക്കുകയാണ് അൽ അസ്മാഉൽ ഹുസ്നയെ. അതെന്താണെന്ന് വെച്ചാൽ തീമാക്കി തിരിച്ചു പഠിക്കുക. അൽ അസ്മാഉൽ ഹുസ്നയിൽ ഒന്നാമത്തെ തീം അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചും, മേഴ്സി, ലവ് ആൻഡ് ജനറോസിറ്റി, ഇങ്ങനെ കൂടി പഠിക്കുക. അപ്പൊ ആ കാറ്റഗറിയിൽ വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ നിങ്ങൾ. അർ റഹ്മാൻ എന്നുള്ള പദമാണ് ആദ്യത്തെ. അർ റഹീം, ഇത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മാത്രമല്ല. ഇപ്പൊ റഹിമ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കാരുണ്യം എന്നാണ്. പക്ഷെ ആ പദം മൊത്തം ഖുർആനിൽ 339 തവണ വന്നിട്ടുണ്ട്. 339 തവണ റഹിമ യർഹമു. ഹദീസുകളിലും ഒരുപാട് തവണ വരുന്നുണ്ട് റഹിമ. ഖുർആനിൽ തന്നെ പ്രധാന പദങ്ങൾ അതിലൊന്ന് റഹ്മത്താണ്. കാരുണ്യം എന്നുള്ള വാക്കാണ് റഹ്മത്ത്. അപ്പൊ റഹീം, റഹ്മാന്, റഹ്മത്ത്. റഹീമാകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, റഹ്മാനാകുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ ഉദാഹരണം പറഞ്ഞിരുന്നു. മറ്റൊന്ന് അർഹാം, ഗർഭപാത്രം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ റഹീം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഏറ്റവും കാരുണ്യമുള്ള ഇടം ഏതാ? ലോകത്തെ ഏറ്റവും കാരുണ്യമുള്ള സ്ഥലം ഏതായിരിക്കും? അപ്പോ പടച്ചോന്റെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനോടുള്ള കാരുണ്യമുള്ള സ്ഥലം ഏതായിരിക്കും? ഗർഭപാത്രമാണ്. ഈ ലോജിസ്റ്റിക്സ് മേഖലയിലൊക്കെ പറയാറുണ്ട്, ഏറ്റവും ഈ DGRS ഉണ്ടല്ലോ, ഈ ഡേഞ്ചറസ് ഗുഡ്സ്, ഏറ്റവും മികച്ച പാക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ വെള്ളവും ഈ സിലിണ്ടറിക്കൽ ആകൃതിയിൽ വെള്ളവും ഇതും ചേർത്തിട്ടുള്ള ഒരു നിശ്ചിത അനുപാതത്തിലുള്ള ലോജിസ്റ്റിക്സ് ആണ്. പൊട്ടാതെ ഒരു സംഗതി, ഈ ഫ്രജൈൽ സംഗതികളുണ്ടല്ലോ, വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ അത്ര അള്ളാഹുവിന്റെ റഹ്മത്ത്, അത് പൊട്ടിപ്പോകരുത്, അതിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം ഒരേ സമയം ഇപ്പുറത്തൊരു ബുദ്ധിമുട്ട് സഹിക്കുന്ന ആളുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ഒരു പുതുനാമ്പായി ഒരു ജീവൻ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോ അള്ളാഹിന്റെ റഹ്മത്തും റഹിമും ബന്ധമുണ്ട്. മറ്റൊന്ന് കുടുംബ ബന്ധത്തെക്കുറിച്ച് അള്ളാഹു റഹ്മത്ത് എന്താണ് അർഹാം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധം. അപ്പൊ കുടുംബ ബന്ധം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ അനർ റഹ്മാൻ, ഞാനാണ് റഹ്മാൻ. കുടുംബ ബന്ധത്തിന് ശഖഖ്തു മിൻ ഇസ്മി, എന്റെ പേരിൽ നിന്നാണ് ഞാൻ കുടുംബ ബന്ധത്തിന് ആ പേരെടുത്തു കൊടുത്തത്. അപ്പോ ഈ കുടുംബ ബന്ധം എന്നുള്ളത് ചെറിയൊരു സാധനമല്ല. അപ്പൊ കുടുംബ ബന്ധം വെച്ചുകൊണ്ട് അള്ളാഹു ശരിക്കും നമ്മളെ പരീക്ഷിക്കുന്നു കൂടിയുണ്ട്. ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഉമ്മയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത വാപ്പയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത കുടുംബ ബന്ധുക്കളായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാവം സഹിക്കാൻ പറ്റാത്ത എത്ര പേരെ അള്ളാഹ് സഹിക്കണം അല്ലേ? ഈ സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഒന്നല്ലല്ലോ സഹിക്കുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഇപ്രകാരം അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ഈ പദങ്ങളെ പഠിക്കുക. അപ്പോ ഈ പദം ഇപ്പൊ യർഹമു എന്നുള്ള പദം ഖുർആനിലുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി ചേർന്ന് 339 തവണ വരുന്നു അള്ളാഹുവിന്റെ കാരുണ്യം. മറ്റൊന്ന് വഹാബ്, അൽ വഹാബ്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സമ്മാനം കൊടുക്കുക, സൗജന്യമായി നൽകുക. അപ്പോൾ ഇഷ്ടദാനത്തിന് ഇസ്ലാമിക ഫിഖഹില് ഹിബത്ത് എന്ന് പറയാം. ഇപ്പോൾ ഒരാള് മരണപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ആളുകൾക്ക് സ്വന്തം സ്വത്ത് കൊടുക്കൂലേ? അപ്പോൾ ചില ആളുകൾ പറയും മരണപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു നിയമമുണ്ട്.
മരണപ്പെടുന്നതിന് മുമ്പ് കൊടുക്കാനുള്ളതൊക്കെ ഇയാളുടെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. ഏതാൾക്ക് വ്യവച്ഛേദിച്ചൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ഇഷ്ടദാനമാണ്, ഹിബത്താണ്, സമ്മാനമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനം കൊടുക്കുന്നതാണ്. ഖുർആനിൽ കാണാൻ സാധിക്കും, യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. മക്കളെ കൊടുക്കുന്നിടത്ത് അള്ളാഹ് പറഞ്ഞ അങ്ങനെയാണ്, സമ്മാനമായി കൊടുക്കുന്നു. യഹബു, അവൻ സമ്മാനമായി കൊടുക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് ഇനാസൻ, പെൺകുട്ടികളെ, വയഹബു ലിമൻ യശാഉ ദുകൂർ, ചിലർക്ക് അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷേ മക്കളെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊടുത്ത് സമ്മാനമായി മക്കളെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. അവിടെ വയജഅലു മയ്യശാഉ അഖീമ എന്നാ പറഞ്ഞത്. പദങ്ങൾ തെരഞ്ഞെടുക്കുന്നിടത്ത് പോലും സൂക്ഷിക്കണം കേട്ടോ. ഒരാൾക്ക് മക്കളെ കൊടുക്കാത്തത് അള്ളാഹിന്റെ സമ്മാനമാണെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അള്ളാഹു അവരെ അങ്ങനെ ആക്കുന്നു, അതല്ലെങ്കിൽ അള്ളാഹു അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. അള്ളാഹു സൂക്ഷ്മമായ പദപ്രയോഗങ്ങളാണ് അവിടെയൊക്കെ നടത്തുന്നത്. അപ്പൊ ഹിബത്ത്, സമ്മാനം. മറ്റൊന്ന് അർ റസാഖ്, ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. കേട്ടല്ലേ, അർ റസാഖ്. അത് ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തർ അവരവരുടെ ടാസ്ക് ഇടുന്നുണ്ട്, നിങ്ങൾ വായിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഒരു ടെസ്റ്റ് ഒക്കെ നടത്താം. പക്ഷെ എല്ലാവരും ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒന്ന് പഠിക്കാനൊരു സമയമാണല്ലോ, വായിച്ചെത്താൻ ഒരു സമയം വേണ്ടേ. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഉടനെ തന്നെ ഇതിന്റെ അർത്ഥമൊന്നും നിങ്ങളോട് ചോദിക്കാത്തത്. റസാഖ്, ഈ പദം റസഖ, റിസക്ക് എന്നുള്ള പദത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ പദം 123 തവണ ഖുറാനി വന്നിട്ടുണ്ട്. അപ്പോ റിസക്ക്, യർസുക്കു, നെഹ്നു നർസുക്കും, നാമാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, വയ്യാഹും, അവർക്കും ഭക്ഷണം നൽകുന്നത് എന്ന് മക്കളെ കൊന്നു കളയുന്ന ആളുകളോട് അല്ല പറയുന്നത്. അതായത് ഭ്രൂണഹത്യ ചെയ്യുന്നവരോട്. ഇന്നത്തെ കാലത്ത് ഭ്രൂണഹത്യയാണ്. അന്നത്തെ കാലത്ത് പെൺകുട്ടി ജനിച്ചാൽ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. അതിനോട് വെച്ചുകൊണ്ട് അല്ല പറയാം. അൽ ലത്തീഫ്, ലത്തോഫ എന്ന് പറയുന്ന അടിസ്ഥാന വാക്ക് അതാണ്. കണ്ടോ, നിങ്ങളുടെ മൊബൈലിൽ അത് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലെ ഹബീബ് സാഹിബെ? അവർക്ക് ഒന്ന് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റൂലേ, ലത്തോഫ എന്നുള്ള വാക്ക്. അപ്പോ സൂക്ഷ്മത, നൈർമല്യം, ദയ എന്നൊക്കെയാണ് അർത്ഥം ലത്തോഫ എന്ന വാക്കിന്റെ. അത് ഏകദേശം 7 തവണയാണ് ആ വാക്ക് വന്നിട്ടുള്ളത് ഖുറാനില്. ഇനി അടുത്തതിലേക്ക് പോയാല് അൽ കരീം, 7ാമത്തെ പദം. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ഔദാര്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന മറ്റൊരു പദം കറുമ. അടിസ്ഥാന പദം കറുമയാണ്. ആദരവ് എന്നൊരർത്ഥമുണ്ട്. വലക്കത് കറംന ബനി, അല്ലെ, ഖുറാൻ പറയുന്നില്ല വലക്കത് കറംന. ഈ കറുമ പഠിക്കുമ്പോ, കരീമ് പഠിക്കുമ്പോ ഈ പദങ്ങളൊക്കെ ചേർത്ത് പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഖുർആനിക് ഡിക്ഷണറി വേണമെന്ന് ഞാൻ പറയില്ല, ഒരു നോട്ട് ബുക്ക് ഉണ്ടായാല് നിങ്ങൾക്കിത് വരുമ്പോ ഇങ്ങനെ നല്ലൊരു എൻഗേജ്മെന്റ് ആയിരിക്കും ഇത്. അപ്പോ കരീം എന്നുള്ള അള്ളാഹു, എന്തായിരിക്കും കരീം എന്നുള്ളത് അള്ളാഹുവിന് ഉപയോഗിച്ചത്? ഇപ്പുറത്തെ വലക്കത് കറംന, നാം ആദരിച്ചിരിക്കുന്നു, മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശേഷണത്തിലേക്ക് ചേർത്ത് പറയണത്. കരീമായ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? വലക്കത് കറംന ബനി ആദം, നാം ആദമിന്റെ മക്കളെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ കൂടി ഒരു അർത്ഥം ഉണ്ടായിരുന്നു. മൊത്തം 47 തവണയാണ് അതിൽ വന്നിട്ടുള്ളത്. ഇക്റാം എന്നുള്ള വാക്ക്, കറംന എന്നുള്ള വാക്ക്. അൽ വദൂദ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച പദമാണ്. വദദ, അതിലേക്ക് വദ്ദ, അർത്ഥം സ്നേഹം, ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം. ഖുറാനില് വദ്ദ എന്നുള്ള രീതിയിൽ ആഗ്രഹം എന്നും വന്നിട്ടുണ്ട്, വുദ് എന്നുള്ള രീതിയിൽ സ്നേഹം എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. സൂറത്തുൽ ബക്കറയിലൊക്കെ വന്നിട്ടുള്ളത് വദ്ദ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി എന്ന് പറയുന്നുണ്ടല്ലോ. അഹ്ലിൽ കിതാബിൽപ്പെട്ട കുറെ പേർ വ്യാമോഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും വദ്ദ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അൽ വദൂദ് എന്ന് പറയുമ്പോൾ മനുഷ്യരിലേക്ക് ചേർത്തുകൊണ്ട് ഉപയോഗിക്കുന്ന അർത്ഥമല്ല ഉണ്ടാവുക. ഇതിൽ നിന്നൊക്കെ മേലെയായി പരമമായി സ്നേഹിക്കാൻ പറ്റുക അള്ളാഹുവിനാണ് എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പോ അതിൽ പ്രധാനപ്പെട്ട പദം മവദ്ദത്താണ്, സ്നേഹം. അർ റഊഫ്, റഅഫ, റഊഫ്, എന്താണ്, കനിവ്, ആർദ്രത. 13 തവണയാണ് വന്നിട്ടുള്ളത്. അതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പദം റഅഫത്താണ്. റഅഫത്ത് സൂറത്തു നൂറിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അസാനിയത്തു വസാനി ഫജ്ലിദു കുല്ല വാഹിദി മിൻഹുമ മിഅത്ത ജൽദ പറയുന്നുണ്ടല്ലോ. വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും എന്ത് ചെയ്യുക? 100 അടി അടിക്കുക. അപ്പോ അവരെ ആ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു തരത്തിലും റഅഫത്തുൻ,
വലാ തഖുദുക്കും റഅഫ, നിങ്ങളെ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ അവരിൽ ചുമത്തുന്നതിൽ നിങ്ങളെ ഒരു ദയയും നിങ്ങളുടെ മനസ്സിൽ കരുതേണ്ടതില്ല എന്ന് പറയുന്നിടത്ത് റഊഫ് സമാനമായ ഒരു പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അള്ളയാണ് റഊഫ്. അപ്പൊ റഊഫായ അള്ളാഹ് മനുഷ്യനോട് ചില കാര്യങ്ങളിൽ റഅഫത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തർത്ഥം ഉണ്ടാവും? അള്ളാഹുവിന്റെ റഊഫായ ആ ഗുണം ഈ ലോകത്ത് മനുഷ്യരുടെ ആർദ്രതയെ നശിപ്പിച്ച് കളയുന്ന അതിഗുരുതരമായ ഒരു കുറ്റമായതുകൊണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? അത്ര കഠിനമായൊരു ശിക്ഷ. വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ ലോകത്ത് മനുഷ്യരിപ്പോൾ വളരെ സിമ്പിളായിട്ട് കണക്കാക്കുന്ന ഒന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ വിഷയത്തിൽ ആർദ്രത ഉണ്ടാവേണ്ടതില്ല. അങ്ങനെ ഉണ്ടായാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ലിബറൽ സംഗതികളൊക്കെ നമുക്കിടയിൽ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകൾ അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് അങ്ങനെ കരുതി പോവുകയാണ്. പിന്നെ അൽ ബററ എന്നുള്ള വാക്ക്, ബിറ് എന്നുള്ള പദം, അബ്റാർ എന്നുള്ള പദം 32ഓളം തവണ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോ പുണ്യവാൻ, പുണ്യത്തിന്റെ ഉടയവൻ എന്നൊരർത്ഥത്തിൽ അള്ളാഹുവിനെ നമുക്ക് പറയാം. അഷക്കൂർ, ശുക്ർ എന്നുള്ള വാക്ക് ഏകദേശം 75 തവണ വന്നിട്ടുണ്ട്. തഷ്കുറൂൻ, യഷ്കുറൂൻ, ശുക്ർ എന്നുള്ള പദങ്ങളൊക്കെ കേട്ടല്ലേ നിങ്ങള്? അപ്പൊ ഷക്കറ, അള്ളാഹു ഇന്നല്ലാഹ ഷാക്കിറുൻ അലീം. നമ്മള് ഹജ്ജ് ചെയ്തിരുന്ന സമയത്ത് നമ്മള് സഫ മറവ തുടക്കത്തിൽ ഓതിയ ആയത്തിലുണ്ട് അത് ഷാക്കിറുൻ അലീം. അപ്പൊ ഷാക്കിർ. പക്ഷെ അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അഷക്കൂർ, കുറെ കൂടി ആണ് നന്ദി കാണിച്ചത് അംഗീകരിക്കുന്ന ആളെയും നന്ദി കാണിക്കുന്ന ആളെയും രണ്ടും ഒരുമിച്ച് പറയുന്ന പദമാണ്. അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ ഒരാൾ നന്ദി കാണിച്ചാൽ ആ നന്ദിയെ അംഗീകരിക്കുന്ന ആൾ, ഒപ്പം തന്നെ ആ നന്ദിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ആൾ. അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ ആ ഒരു അർത്ഥം കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ടാസ്കിൽ ഏതെങ്കിലും ആളുകൾ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല അടുത്ത ആഴ്ചക്കുള്ളിൽ അത് നമ്മുടെ ഗ്രൂപ്പിലിടണം. ഇൻഷാല്ല നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 10-20 മിനിറ്റ് പൂർണ്ണമായി തന്നെ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒരു 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അൽ മുജീബ്, ഈ പദം ജവാബ് എന്നൊക്കെ കേട്ടല്ലേ? ജവാബ് ഖുറാനിൽ വന്നിട്ടുള്ള പദമാണ്. മാക്കാന ജവാബ് കൗമിഹി, അദ്ദേഹത്തിന്റെ സമൂഹത്തിന്റെ ഉത്തരം അങ്ങനെയായിരുന്നു. അപ്പൊ മുജീബ് എന്നുള്ള പദം ഇജാബത്ത്, ഇസ്തിജാബത്ത്, ഇസ്തജാബ, ഈ ഇങ്ങനെ പല ലെവലിൽ ഖുർആനിൽ 60 തവണ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദം ജവാബ്, മറുപടി, ഇസ്തജാബ, ഉത്തരം നൽകി. ഈ പദങ്ങൾ മാത്രം എടുത്തിട്ട് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കട്ടോ. ഒരാഴ്ചക്ക് നമുക്ക് സമയമുണ്ടല്ലോ. പരമാവധി നിങ്ങൾ അൽ വദൂദ് പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു 3 പദം കൂടി ചേർത്ത് പഠിക്കുക. അതുകൊണ്ട് അധികം പദങ്ങളൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. ചിലയിടത്തൊന്നും പദങ്ങളെ എഴുതിയിട്ടില്ല. അധികം അത്ര പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അൽ വാസ്യ, വിശാലത എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശാലതയാണ് അത് ഉൾക്കൊള്ളുന്നത്. മൊത്തം ഖുറാനില് 32 തവണ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദം സഅത്ത് എന്നുള്ള പദമാണ്. സഅത്ത്, ലിയുംഫിഖ് ദൂ സഅത്തിൻ മിൻ സഅത്തി, അതായത് വിശാലതയുള്ളവർ അവരുടെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ എന്ന് ആയത്തുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അദ്ദേഹം സ്വന്തം മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കെതിരെ ഇത് വന്നല്ലോ, ഇഫ്കിന്റെ ആരോപണം വന്നപ്പോ ചില ആളുകൾക്ക് അദ്ദേഹം ഇനി സഹായിച്ചവർക്ക് അദ്ദേഹം സഹായിച്ച ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഇനി അവരെ സഹായിക്കാൻ മുതിരൂല എന്നുള്ളൊരു ശപഥം അദ്ദേഹം എടുത്ത പോലെ ഒരു അവസ്ഥ വന്നപ്പോ അള്ളാഹ് പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ വിശാലതയുള്ളവർ അത്തരത്തിൽ എന്ത് ചെയ്യരുത്. നിങ്ങൾക്കെതിരെയാണ് ഒരു കൂട്ടർ അവസ്ഥകൾ അതല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അടിസ്ഥാനപരമായ നന്മയിൽ നിന്ന് മാറരുത്. കാരണം അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകിയിരിക്കുന്നു. അൽ മുഅ്തി, നൽകുന്നവൻ. എന്നുള്ള പദമൊക്കെ 14 തവണയാണ് വന്നിട്ടുള്ളത്. അപ്പോ 12 എണ്ണം ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ അടുത്തയിലേക്ക് പോയാൽ രണ്ടാമത്തെ തീം, നേരത്തെ കരുണയെക്കുറിച്ചും എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? കരുണയെക്കുറിച്ച്, ഔദാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ തീം അള്ളാഹിന്റെ ജ്ഞാനം, കേൾവി, കാഴ്ച, അള്ളാഹുവിന്റെ സാക്ഷ്യം. തീം പഠിച്ചുവെക്കാനും ഓർത്തുവെക്കാനൊക്കെ നിങ്ങൾക്ക് സുഖമാണ്. നേരത്തെ പറഞ്ഞാല് എന്തൊക്കെ വരും? റഹ്മാൻ, റഹീം, വഹാബ്, റസാഖ്, അല്ലെ, വദൂദ്. വിശാലമായ അള്ളാഹുവിന്റെ കരുണയെയും ഔദാര്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന വല്ലാത്ത ഒരു ക്ഷമയെ, ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കിട്ടും. ഇത് അള്ളാഹുവിന്റെ കഴിവുകളുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്.
കഴിവ്, നേരത്തെ പറഞ്ഞതും കഴിവാണ്, പക്ഷെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ജ്ഞാനം, അൽ അലീം. ഇത് നല്ലൊരു പദമുണ്ടാ. ഇൽമ് എന്നുള്ള പദവുമായി ബന്ധപ്പെട്ട വാക്ക് നോക്കി എത്ര തവണയാണ് വന്നിട്ടുള്ളത്? 854 തവണ ഇൽമുമായി ബന്ധപ്പെട്ടുള്ള പദം. അല്ലെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലെ, ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. ആദ്യത്തെ ഖുർആൻ ആയത്തിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾ നോക്കി നോക്കിയേ. റബ്ബ് എന്നുള്ള വാക്കുണ്ട് കേട്ടോ, ഇല്ലേ? ഖുർആൻ ആദ്യമായിട്ട് ഇറങ്ങാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഖലഖ് അവിടെ വന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഖാലിഖ് ഖല്ലാഖൊക്കെ അവിടെ നമ്മൾ ആലോചിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആദ്യത്തെ വഹി ഇറങ്ങുമ്പോൾ അതിൽ 3 വാക്കുകൾ ഇൽമാണ്. അലിമ എന്ന് പറയുന്ന, അല്ലമ എന്ന് പറയുന്ന പദമാണ് അവിടെ ആവർത്തിക്കുന്നത്. അപ്പൊ ഇൽമ് അറിവ്, ആലിമ് അറിയുന്നവൻ, യഅലമൂന അവരറിയുന്നു, അല്ലമ എന്നുള്ളത് പഠിപ്പിച്ചു. ഇതാണ് കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഖുർആനിലെ ഇൽമുമായി ബന്ധപ്പെട്ട പദം. പിന്നെ അസ്സമിയ, എല്ലാം. അത് കേൾവി എന്നുള്ളത്, നിങ്ങൾ മനുഷ്യർ എന്നുള്ള നിലക്ക് നമുക്ക് കേൾവി എന്ന് പറയുമ്പോൾ ഞാനത് കേട്ടു എന്ന് പറഞ്ഞാല് ഭയങ്കര സംഭവമാണ്, അല്ലെ? ഞാനത് കേട്ടതാണ്, നേരിട്ട് കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടു എന്നുള്ളത് ഭയങ്കര അഭിമാനിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ കേട്ടതാണല്ലോ എന്നൊക്കെ പറയൂലേ. അപ്പൊ അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു അറിയുന്നു, എനിക്കറിയാലോ അത് എന്ന് നമ്മൾ പറയും, നമ്മുടെ കൊച്ചറിവ് വെച്ചിട്ട് ഈ ലോകത്തുള്ള പല കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അള്ളാഹു ഒരു സംഗതിയെ കുറിച്ച് അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ അറിവ് എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് അൽ ബസ്വീർ. അള്ളാഹു കാണുന്നു. നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? നമ്മൾ കാണുന്നത് 2D കാഴ്ച, അല്ലെ? നമ്മുടെ കണ്ണിൽ മുമ്പിൽ ആ ചുമരും പിടിച്ച് അവിടെ കഴിഞ്ഞു ആ കാഴ്ച. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ 3D കാഴ്ചയാക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് 4D കാഴ്ചയും എല്ലാ കാഴ്ചയും ഉണ്ട്. ഈ കാണുന്ന ആളെ കൂടി കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ. ഈ കാണുന്ന ആളെ കൂടി ഇയാൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അയാളെ ഞാൻ കാണുന്നു എന്ന് പറയുന്ന വേറൊരാൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ടാവും. ഇതിനു പുറമെ ഈ ഭൂമിയിൽ നിൽക്കുന്ന ഈ കാണുന്ന ആളെയും ഈ ഭൂമിയെയും അല്ല കാണുന്ന ഒരു കാഴ്ച ഉണ്ടാവും. ഈ ഭൂമി നിൽക്കുന്ന എന്താണ് സൗരയൂഥത്തെ അല്ല കാണുന്ന ഒരു കാഴ്ച ഉണ്ടാവും. ഇതേപോലത്തെ അനേകം സൗരയൂഥങ്ങളെ അള്ളാഹു കാണുന്ന ഒരു കാഴ്ച ഉണ്ടാവും. അപ്പൊ ആ കാഴ്ച എന്താണ്? അപ്പോ ഈ അൽ അലീം, അസ്സമീ, അൽ ബസീർ, ഇനി അൽ ഖബീർ, എല്ലാം അറിയുന്നവൻ. നമ്മൾ പറയും എക്സ്പേർട്ട് എന്നാണ് നാട്ടില്, അറബി നാട്ടിലൊക്കെ ഖബീർ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. ഖബീറുകൾ ഉണ്ടാവും. ഈ ലോ എക്സ്പേർട്ടുകളൊക്കെയാണ് കൂടുതലും ഖബീറുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ്പേർട്ട്, സൂക്ഷ്മ ജ്ഞാനമാണ്. ഖബർ എന്ന് പറയില്ലേ, അഖ്ബാർ. എന്താണ് അഖ്ബാർ എന്നൊക്കെ ചോദിച്ചാല് വെറുതെ നടക്കുന്ന ഒരു സാധനമല്ല. അഖ്ബാർ എന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് സംഗതികൾ കൂടിയാണ് അഖ്ബാർ. അതുകൊണ്ട് ആ പത്ര ന്യൂസിനൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? അഖ്ബാർ എന്ന് പറയും. അപ്പോ ഇത് 52 തവണ വരുന്നുണ്ട് ഖുറാനില്. എന്താണ് അഖ്ബാർ എന്നുള്ള വാർത്ത. അതുപോലെ തന്നെ യുഖ്ബിറു എന്നുള്ള, യുഖ്ബിറുക്കും അറിയിക്കുന്നു എന്നുള്ള പദം ഉണ്ട്. പിന്നെ ഷഹീദ്, സാക്ഷ്യം വഹിക്കുന്നു. ഞാനവിടെ സാക്ഷിയാർന്നല്ലോ എന്ന് മനുഷ്യർ പറയില്ലേ. അപ്പൊ മനുഷ്യരുടെ സാക്ഷി എത്ര ചെറിയ സാക്ഷിയായിരിക്കും. അപ്പൊ ഷഹീദായ അള്ളാഹ് ഷഹീദാണ്. അർ റഖീബാണ്. നമ്മൾ സെക്യൂരിറ്റി നിർത്തി ഉണ്ടാവും, നമ്മൾ CCTV വെച്ചിട്ടുണ്ടാവും. നമ്മള് അത് എന്താണ്, അതൊരു മെറ്റീരിയൽ വേൾഡില് കൂടി വന്നാൽ എത്രത്തോളം ഉണ്ടാവും? ഈ ഭൗതിക ലോകത്ത് ഒരു കാഴ്ചയും അതുപോലെ തന്നെ നിരീക്ഷണം എത്രത്തോളം? വളരെ കുറഞ്ഞതായിരിക്കും. അപ്പൊ അർ റഖീബായ അള്ളാഹ് എത്രത്തോളം ആയിരിക്കും? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏതും അങ്ങനെ ആലോചിച്ചാൽ മതി. അതിന്റെ റൂട്ടായ അർത്ഥവും. പിന്നെ നിങ്ങൾക്ക് എന്ന ടാസ്കിൽ പലരും അത് വിശദീകരിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതണം. പക്ഷെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ആ വിശേഷണങ്ങളെ ആലോചിക്കുകയും മനുഷ്യനിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ് അൽ അസ്മാ ഉൽ ഹുസ്ന ഭംഗിയുള്ളതായിട്ട് തീരുന്നത്. ബോധന. ഇനി അടുത്തത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അധികാരം, പ്രപഞ്ച നിർമ്മിതി. ഇതിലേക്ക് ചേർക്കുക. അപ്പൊ 2 തീം കഴിഞ്ഞു കേട്ടോ. ഒന്ന് കാരുണ്യം, ഔദാര്യം. രണ്ടാമത്തേത് അറിവ്, കേൾവി, കാഴ്ച, സാക്ഷ്യം. മൂന്നാമത്തെ തീം സൃഷ്ടിപ്പ്, അധികാരം, പ്രപഞ്ച നിർമ്മിതി. ഇത് ഓർത്തു വെക്കാൻ ഒരു സുഖം കൂടിയാണ് കേട്ടോ. അത് അങ്ങനെ കൂടി ക്ലാസിഫൈ ചെയ്താണ്. സൃഷ്ടിപ്പ്, മാലിക്കുൽ മുലിക്.
അൽ മലിക്, അൽ മാലിക്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഖുറാനില്. ഇത് ഏകദേശം 206 തവണ വരുന്നുണ്ട് ഖുറാനില്. മലിക്, മാലിക്, മാലിക്കുൽ മുൽക്ക്, അധികാരത്തിനുടമ. അപ്പോ ഉടമസ്ഥൻ ആരാണ്? അള്ളയാണ്. അപ്പോ ചിലർക്ക് അള്ളാഹു എക്സ്ട്രാ ഉടമസ്ഥത കൊടുക്കും. മലക്ക് അങ്ങനെയുള്ളതാണ്. സംഭവം മനസ്സിലായി? മലക്ക് എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മ മാലാഖ എന്ന് പറയും മലയാളത്തില്. ശരിക്കും മലക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതിലൊരു ഉടമസ്ഥതയുണ്ട്. ഇപ്പോ വഹിയ് കൊണ്ടു കൊടുക്കാനുള്ള അതിന്റെ ഒരു ഉടമസ്ഥാവകാശം ആർക്ക് കൊടുത്തു? ജിബ്രീലിന് കൊടുത്തു. ഇസ്രാഫീലിന് കൊമ്പ് വിളിക്കാനുള്ള കൊടുത്തു. അസ്രായേലിന് ഇങ്ങനെ മലക്കുൽ മൗത്തിന് വേറെ ഡ്യൂട്ടി കൊടുത്തു. അപ്പൊ മലക്ക് എന്ന് പറഞ്ഞാൽ, മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മൗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നർത്ഥം. മാലാഖ എന്നുള്ള ഒരർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അതൊരു പദം മാത്രമാണ്. ശരിക്കും മലക്ക് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം, ഇപ്പൊ നബി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ എന്നുള്ളല്ലോ. നബ അറിയുന്നവനാണ് എന്ത്? നബി. അമ്മയത്ത് സാലൂൻ അനി നബഇൽ അലീമില്ല, നബ ഉണ്ടല്ലോ. അപ്പൊ മലക്ക് എന്നുള്ള പദം, മലക്ക എന്ന് പറഞ്ഞാൽ ഉടമപ്പെടുത്തി. അപ്പൊ അള്ളാഹു ചിലത് ഉടമപ്പെടുത്തി കൊടുത്തവർ. അപ്പൊ ഈ ലോകത്ത് മലിക്കുകൾ ഉണ്ടാവും, രാജാക്കന്മാരുണ്ടാവും. പക്ഷെ അള്ളാഹ് ഉടമപ്പെടുത്തി കൊടുത്ത മലിക്കാണെന്ന് അയാൾ അംഗീകരിക്കണം. ഞാനാണ് മലിക്ക്. അൽ മലിക്ക് ഞാനാണെന്ന് കരുതി പോകരുത്. അൽ മാലിക്ക് ഞാനാണെന്ന് കരുതി പോകരുത്. ഉടമസ്ഥന്മാർ ഈ ലോകത്തുണ്ടാവും. അൽ ഹാലിക്ക് സൃഷ്ടിക്കുന്നവൻ. ഹലക്ക സൃഷ്ടിച്ചു. 261 തവണയുണ്ടോ ആ പദം വന്നിട്ടുള്ളത്? നിങ്ങൾ നോക്കിയ ഹലക്ക, യഹ്ലുക്കു, ഹല്ലാക്ക് എന്നൊക്കെ ഖുറാനിൽ കാണാം. ഹല്ലാക്കുടയോനെ എന്നൊക്കെ പറയാറില്ല നമ്മൾ. പിന്നെ അൽ ബാരി, ബറ എന്നുള്ള പദത്തിൽ നിന്നാണ് അൽ ബാരി, ബറ. പിന്നെ ബറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൾട്ടും ഇല്ലാതെ സൃഷ്ടിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ബരി എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തൻ എന്നുള്ളതിന് പറയും. അതായത് അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആള്. അള്ളാഹു ബാരി എന്ന് പറയുമ്പോ സൂറത്ത് തൗബ തുടങ്ങുന്ന എങ്ങനെ? ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ അവിടെ അള്ളാഹു വിടുതൽ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു അവരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഈ ഈ ലോകത്ത് ഒരു ജീവിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ഇപ്പൊ കണ്ണ് ഇവിടെയാണ് ഇരിക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ കണ്ണ് അവിടെയാണ് ഇരിക്കേണ്ടത്. മനസ്സിലായോ? മനുഷ്യന്റെ കൈ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ യഥാർത്ഥ രൂപത്തിൽ മനുഷ്യനെ പടക്കുമ്പോൾ, ബാക്കിയുള്ളവർ ചിലരെ പരീക്ഷണാർത്ഥം പടക്കും, അത് വേറൊരു കാര്യം. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അഹ്സന സുവറക്കും, നിങ്ങളെ ഏറ്റവും ഭംഗിയായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അതിലൊരു പെർഫെക്ഷൻ വേറൊരാൾക്കും കൊണ്ടുവരാനില്ല. ബരി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമ്മള് ഇതിന്റെ അർത്ഥമൊക്കെ മലയാളത്തിൽ പഠിക്കുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? സൃഷ്ടിച്ചവൻ എന്നൊരൊറ്റ അർത്ഥമേ പറയാൻ പറ്റുള്ളൂ. അൽബാരി, ഭാര്യയായ അള്ളാഹ് എന്നൊക്കെ പറയുമ്പോ സൃഷ്ടിച്ചവനായ അള്ളാഹു എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷെ സൃഷ്ടിച്ചവൻ എന്നുള്ള മാത്രം, ഒരു ഫോൾട്ടും ഇല്ലാത്ത രീതിയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയത്. ചില കലകളൊക്കെ പറയും എന്താണ് ആ ഫോട്ടോ എന്നൊക്കെ പറയും, എന്താണ് ആ പോസ്റ്റർ എന്നൊക്കെ നമ്മൾ ഏറ്റവും അവസാനത്തെ ഔട്ട്പുട്ടൊക്കെ കിട്ടുമ്പോൾ ചില ഡിസൈനുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയില്ലേ, എന്താ ഫോട്ടോ, എന്താ ഇത്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും മികച്ച ഔട്ട്പുട്ടാണ് മനുഷ്യൻ. ഈ ലോകത്തെ ഏറ്റവും മികച്ച ഔട്ട്പുട്ടാണ് ഈ കാണുന്ന ആകാശം, ഭൂമി. ഭാര്യ അള്ളാഹ് ഖാലിക്ക് മാത്രമല്ല, എന്തുകൂടിയാണ്? അൽ ബാരി ആണ്. ഇനി നോക്കൂ, അൽ മുസൗവിർ, രൂപം കൊടുത്തവൻ. മനുഷ്യനാണ് സൃഷ്ടിച്ചത്. രൂപം കൊടുത്തപ്പോഴോ ഹബീബിനെ ഹബീബായും നഹാസിനെ നഹാസായും വഹാബ് സാഹിബിനെ വഹാബ് സാഹിബായും ഈ ചെറിയൊരു സ്ഥലത്ത് ഒരു നോത്ത് ഈ കണ്ണും ഈ ഈ ഫിംഗറിന്റെ ഈ ഭാഗമൊക്കെ ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യന് എന്താണ്? ഇന്ത്യയിൽ 147 കോടി മനുഷ്യനുണ്ട്. അല്ലാ, ഈ ഏതെങ്കിലും ആളുകൾക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പ്രശ്നമുണ്ടോ? അല്ലെ, കുറെ പേരെ മിസ്മാച്ച് ആയി പോയിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതായത് അള്ളാഹു ഇച്ഛിക്കുന്ന യുസൗവിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അടുത്ത വാക്കതാ അൽ മുസൗവിർ, നിങ്ങളുടെ രൂപം. ചിലർക്ക് അവരുടെ രൂപത്തെ കുറിച്ച് ഭയങ്കര ഒരു പരാതിയായിരിക്കും. പരാതി പറയരുത്. എന്താ കാരണം? വല്ലതി യുസൗവിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ. അള്ളാഹ് ഇച്ഛിക്കുന്ന പോലെയാണ് നിങ്ങളുടെ രൂപത്തെ അള്ളാഹു. ആ, അതായത് അതിനർത്ഥം ഒരാൾ തടിച്ചു പോണത് തടി ഓർക്കരുതെന്നല്ല ഈ പറഞ്ഞേ. അതൊക്കെ കുറയ്ക്കണം. നമ്മുടെ സ്കെലിട്ടൻ
നമ്മുടെ പൊക്കം, നമ്മുടെ ഉയരം, നമ്മള് കറുപ്പ് കൂടുതലാണോ, വെളുപ്പ് കൂടുതലാണോ, ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന, ഇതൊക്കെ അള്ളാഹുലേക്ക് ആലോചിക്കണം. അങ്ങനെ വരുമ്പോ പരാതികൾ ഉണ്ടാവൂല. അൽ മുസവ്വിർ. പിന്നെ ഇതേപോലെ തന്നെ അൽ ഫത്താഹ്, എല്ലാം തുറന്നു തരുന്നവൻ. അൽ ഖാബിൽ, എന്താണ്, പിടിച്ചു വെക്കുന്നവൻ, ചുരുട്ടുന്നവൻ. ഫത്തഹ എന്നുള്ള വാക്ക് ഖുറാനിൽ പലയിടങ്ങളിലും വന്നിട്ടുണ്ട്. ഇന്നാ ഫത്തഹ്നാലക ഫതഹ മുബീന 38 തവണ വന്നിട്ടുണ്ട്. അൽ ഖാബിലിന്റെ അർത്ഥം ഏകദേശം കബല, പിടിച്ചു. കബലത്ത് എന്ന് പറഞ്ഞ ഒരു പിടി. യഖ്ബിലു, ചുരുക്കുന്നു എന്നുള്ള പദം ഖുറാനിലുണ്ട് 9 തവണ. വല്ലയാണ് ചിലത് പിടിച്ചു വെക്കും. അപ്പൊ ചില ഫയൽ അല്ല പിടിച്ചു വെക്കും. പേടിക്കണ്ട, അൽ ഖാബിലായ അള്ളേനെ പിടിച്ചു വെച്ചങ്ങനെ. കാരണം അള്ളാഹു അൽ ഹക്കീം കൂടിയാണ്, അൽ അലീം കൂടിയാണ്, അൽ ബസീർ കൂടിയാണ്. നമ്മ കാണാത്ത ചിലത് അള്ള കണ്ടിട്ടുണ്ട്. അൽ ബാസിത്ത്, വിശാലമാക്കി കൊടുക്കും. വിശാലമാക്കി കൊടുക്കും. നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ വിശാലമാക്കും അല്ല. അൽ ബാസിത്ത് 25 തവണത്തോളം വന്നിട്ടുണ്ട്. പിന്നെ അൽ ഖാഫിൽ, താഴ്ത്തുന്നവൻ. ഉയർത്തുന്നവനെ പോലെ തന്നെ ഖാഫിലും റാഫിയും. ഖാഫിൽ അത്തുർ റാഫിയ ഖുറാനിലുണ്ടല്ലോ. അൽ ഖാഫിൽ ആരാണ് യഥാർത്ഥത്തിൽ താഴ്ത്തുന്നവൻ? അള്ളയാണ്. അർ റാഫിയ ആരാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നവൻ? അതും അള്ളയാണ്. അൽ മുബദി, അൽ മുഈദ് എന്താണ്? മടക്കുന്നവൻ, അതുപോലെ തന്നെ ആവർത്തിക്കുന്നവൻ. യഊദു എന്ന് പറഞ്ഞാൽ ആ പദത്തിന് അതായത് എന്താണ് അതിന്റെ അർത്ഥം നോക്കി നിങ്ങൾ, മടങ്ങുക, ആവർത്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി ചെയ്യുന്നു, അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ പ്രവൃത്തി നിൽക്കുന്നു, വീണ്ടും തുടരുന്നു. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിൽ ആവർത്തന സ്വഭാവമുള്ളതാണ്. അപ്പോൾ അതിന് ആദ, യഊദു, ഈദ്, ഈദ് എന്നുള്ള ഈദ് വന്ന വാക്ക് ഖുറാനിലുള്ളതല്ല, പക്ഷെ ഞാൻ പ്രധാനപ്പെട്ട അറബി വാക്കുകൾ കൂടി അതിലുണ്ട്. പിന്നെ എന്താണ്? അൽ ജാമിഅ, ഒരുമിച്ച് കൂട്ടുന്നവൻ. അബ്ബന ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹ് പ്രവർത്തിക്കുന്നില്ലേ ഖുറാനില്? നീയാണ് ഒരുമിച്ച് കൂട്ടുന്നവൻ. ഈ ലോകത്തുള്ളവര് എത്ര സംഘടനാ സമ്മേളനം വിളിച്ചാലും, ഈ ലോകത്തുള്ള എല്ലാ ആളുകളും എത്ര ലോകത്തുള്ള മനുഷ്യരെ വിളിച്ചാലും ഒരുമിച്ച് കൂട്ടാൻ ലോകത്തെ എല്ലാവരെയും നാളെ ഇനി അവരുടെ വിധിക്കനുസരിച്ച് ഒരുമിച്ച് കൂട്ടുന്നത് അള്ളയാണ്. ഇനി അൽ ബദിയ, നേരത്തെ പറഞ്ഞ ഖലക്ക, അതുപോലെ തന്നെ മുസവ്വിർ, ഇതൊക്കെ ചേർത്ത് പറയാവുന്ന ഒരു സാധനമാണ് എന്ത്? മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുക. നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു, കുറ്റമില്ലാതെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. സൃഷ്ടിച്ചു എന്നുള്ള ഹലക്ക എന്നുള്ള വാക്ക് പറഞ്ഞു. ഹലക്ക ബറ പറഞ്ഞു നേരത്തെ. പിന്നെ എന്ത് പറഞ്ഞു? അതിനുശേഷം മുസവ്വിർ പറഞ്ഞു, നിങ്ങളുടെ രൂപം, സൂറത്ത് പറഞ്ഞു. ഇവിടെ നോക്കൂ, അൽ ബദിയ, മാതൃകയില്ല. അതായത് ഒരു മാതൃകയില്ല. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സംഗതി കണ്ടാല് അതിനെന്തു വേണ്ടി വരും? ഇപ്പൊ ആമയെ എങ്ങനെയാണ് അള്ള സൃഷ്ടിച്ചതെന്ന് വെച്ചാല്, ആമക്ക് ആമയിലാണ് മാതൃക, അല്ലാതെ വേറെ ഏതോ ഒരു ജീവിയെ കണ്ട് അതേപോലെ കോപ്പി അടിക്കുകയല്ല ചെയ്യുന്നത്. അള്ളാന്റെ സൃഷ്ടിപ്പിൽ ഓരോന്നും പിന്നെ ആമയെ കണ്ടുകൊണ്ട് നമ്മൾ കാർട്ടൂൺ ഉണ്ടാക്കും, ആനിമേഷൻ ഉണ്ടാക്കും. നമ്മളിപ്പോ എന്തുണ്ടാക്കിയാലും, ഇപ്പൊ ഏലിയൻസിനെയും അന്യഗ്രഹ ജീവികളൊക്കെ ഉണ്ടാക്കിയാലൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്യും? പിശാചിനെ പോലും നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിക്കുക. അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള ഒരു പിശാജ് ബേസിക്കലി ഖുറാൻ പറയുന്ന അനുസരിച്ച് നല്ല വേഷത്തിലാണ് വരിക കേട്ടോ. അങ്ങനെ പേടിപ്പിക്കുന്ന രൂപത്തിലൊന്നും അല്ല. പിശാജ് മനുഷ്യന്റെ സുഹൃത്തല്ലോ. ഇങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ഭീമാകാര രൂപത്തിലുള്ള പിശാചിനൊക്കെയാണ് നമ്മ വരച്ചു വെക്കുക. ഭീമാകാര രൂപത്തിലുള്ള പിശാച് വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് വരിക എന്നാണ്. നാസിഹുന്നമ്മ, ഞങ്ങളുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു പാക്കേജ് ആയിട്ടാണ് ഞാൻ വന്നേക്കണെന്നൊക്കെ പറയാം. അപ്പൊ പിശാചിനെ കുറിച്ച് നമ്മ വരയ്ക്കുന്ന ഒരു വരയാണുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിശാചിൽ നിന്ന് അകന്ന് നിൽക്കുക. ശരിക്കും അങ്ങനെയല്ലല്ലോ. വര കൊണ്ട് അകന്ന് നിൽക്കുകയും കർമ്മം കൊണ്ട് പിശാചിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പ്രശ്നം മനുഷ്യന് വരും. ഇനി പ്രതാപം, ശക്തി, മഹത്വം, ഇതാണ് മറ്റൊരു തീം. അപ്പൊ പ്രതാപം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ പല കാര്യങ്ങളും വന്നു. എന്താണ്? അൽ അസീസ് എന്നുള്ള വാക്ക് 120 തവണ വന്നിട്ടുണ്ട്. അസ്സ, ഇസ്സത്ത് എന്നുള്ള വാക്ക്. ഇസ്സത്ത്, ശക്തന്മാർ എന്നുള്ളൊരർത്ഥം. പിന്നെ അൽ മുദില്, അള്ളാഹുവിന്റെ പ്രതാപത്തിന്റെ തന്നെ വേറൊരു ഭാഗമാണ് താഴ്ത്തുന്നവൻ, അപമാനിക്കുന്നവൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോ വളരെ ഉയർച്ചയായിരുന്നു, ഇപ്പോ അധസ്ഥിതി വരുത്തിയവൻ. ഇതല്ലാണ്. അപ്പൊ അൽ മുദില്ലായ അള്ളാഹ്, അൽ മുഇസ്സായ അള്ളാഹ്, അല്ലെ? അള്ളാഹിന്റെ ഒരു പേരിൽപ്പെട്ടതാണ് എന്ത്? അൽ മുഇസ്സുണ്ട്, അൽ അസീസും ഉണ്ട്.
അപ്പൊ ഒന്ന് ഇസ്സത്ത് കൊടുക്കുന്നവൻ, മറ്റൊന്ന് സ്വയം നിലക്ക് അസീസായവൻ. അതാണ് മുദില്ല്. പിന്നെ അൽ കബീർ അൽ മുത്തക്കബിർ. ഈ കൂട്ടത്തിൽ ഇപ്പൊ കബീറും മുത്തക്കബീറും ഒരുമിച്ചാണ്ടോ പോകുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ 10-40 വാക്കുകൾ ഇങ്ങനെ ഒരുമിച്ച് ഒരേ റൂട്ടിലുള്ളത് ഒരുമിച്ച് കവർ ചെയ്യണം. കിബർ എന്നുള്ളത്, മനുഷ്യർക്ക് കിബർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാറില്ലേ? പക്ഷെ അള്ളാഹുവിന്റെ സ്വയം നിലക്കുള്ള ഗുണമാണ് എന്ത്? അള്ളാഹു അക്ബർ. അക്ബറിന് ഒരാൾക്ക് പേരിട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ അക്ബറിന് ഇടാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അൽ കബീർ, അലിഫ്ലാമു വെച്ചുള്ള അൽ കബീർ ആയിരിക്കും അൽ കബീർ. അപ്പോ വലുപ്പം, മഹത്വം 166 തവണയാണ് ഖുറാനിൽ വരുന്നത്. കിബിരിയാ, അഹങ്കാരം. അഹങ്കാരം എന്നുള്ളതിനേക്കാൾ തനിക്ക് താൻ മതിയെന്ന തോന്നലുള്ളവൻ, അതല്ലെങ്കിൽ തനിക്ക് താൻ മതിയാകുന്നവൻ. തോന്നലില്ല എന്നാൽ തന്നെ വിട്ടോ. തനിക്ക് താൻ മതിയാകുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ ഉണ്ടാവുമോ? മനുഷ്യരുണ്ടാവുമോ? ഉണ്ടാവൂല. പക്ഷെ അള്ള ഉണ്ടാവും. അതുകൊണ്ടാണ് കിബിർ. റസൂലിന്റെ ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, തഹല്ലഖു ബി അഖ്ലാഖില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണഗണങ്ങൾ ജീവിതത്തിൽ എടുത്തണിയൂ. ഇല്ലൽ ഇസ്സത്തു വൽ കിബ്രിയ. എന്തൊക്കെ? ഇസ്സത്തും കിബറും. ഇത് പാടില്ല. ബാക്കിയുള്ള റഹ്മാനും റഹീമും റസാഖും ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നിങ്ങൾ എത്രത്തോളം വലിയ സെറ്റപ്പ് ഒന്നും ആവൂല. പക്ഷെ എങ്കിൽ പോലും അള്ളാഹുവിന്റെ ഗുണത്തിൽ നിന്ന് ഇതെടുത്ത് ബാക്കിയുള്ളതൊക്കെ, മറ്റേത് ഒരു തരി പോലും തോന്നരുത്. ഈ ഇവിടെ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്ക് എനിക്ക് കീഴിലുള്ള ഒരുത്തൻ, അങ്ങനെയൊന്നും തോന്നരുത്. ഈ ലോകത്തെ മനുഷ്യരെ ഒരിക്കലും ചെറിയ കണ്ണുകൊണ്ട് കൂടി കാണരുത്. അത് ഭയങ്കര പ്രശ്നം. അത് അൽക്കിബറു ബത്തറുൽ ഹക്കി തുന്നാസ്. ജനങ്ങളെ അങ്ങനെ എന്താണ് വേണ്ടാത്തവരായി കാണുകയും, ഇവന്മാരൊക്കെ ആര് എന്ന് കാണൂലോ. എന്താണ് കിബർ എന്ന് റസൂലിനോട് ചോദിച്ചു. റസൂൽ പറയാം അൽ കിബർ ബത്തറുൽ ഹഖ്. സത്യം ഉണ്ടാവും, സത്യത്തെ ചവിട്ടിമതിക്കലും, ജനങ്ങളെ വളരെ നിസ്സാരന്മാരായ ആളുകൾ. ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ കരുതരുത്. കാരണം കിബറിനുള്ള അധികാരം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ നിൽക്കുന്ന പോസ്റ്റ് റിലേറ്റീവായ ഒരു പോസ്റ്റാണ്. നിങ്ങളിപ്പോ നിങ്ങളായതിന് പിന്നിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഞാനും നിങ്ങളൊക്കെ ഇരിക്കുന്ന പോസ്റ്റിനും വേറെ ഈ ലോകത്ത് ഒരാൾ ചെയ്യുന്ന വലിയ ഒരു പദവിക്കും, നാട്ടിലുള്ള ഒരാൾ ഒരു ചെറിയൊരു ജോലി ചെയ്യുന്നു, ഒരാൾ ജോലിക്ക് പോകുന്നില്ല, ഒരാൾ, ഇതൊക്കെ അത് അള്ളാഹുവിന് വകുപ്പുള്ളതാണ്. പിന്നെ അൽ അൽ അലീം, ഗാംഭീര്യം 128 തവണ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു പദം ആലൂമ എന്നുള്ളതിൽ ഇലാമ്, എല്ലുകൾ എന്നുള്ള പദം അതുമായി ബന്ധപ്പെട്ടാണോ? അലീം, ഇലാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മരിച്ചു കഴിഞ്ഞാലും ബാക്കിയാവുന്ന സാധനം എന്താ? എല്ലായിരിക്കുമല്ലോ. അപ്പൊ അത് മനുഷ്യനിൽ അവസാനമായിട്ട് ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സാധനം ആയതുകൊണ്ടാണ് അലീമിന്റെ അർത്ഥത്തിൽ എന്ത് വരുന്നത്? ഇലാം, എല്ല് എന്നുള്ള അർത്ഥം വരുന്നത്. ഇനി പ്രതാപം, ശക്തി, മഹത്വത്തിൽ വരുന്നത് അൽ അലിയ് അൽ മുത്തആലി, ഉലൂവ് എന്നൊരു അർത്ഥത്തിൽ ചേർത്തിട്ടാണ് അൽ അലിയ് വരുന്നത്. 70 തവണ വരുന്നുണ്ട് ഉലൂവ്, ഉന്നതി. അൽ അഅ്ല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. പിന്നെ അൽ ഖവി അൽ മത്തീൻ, അൽ ഖവിയുൽ മത്തീൻ. ഇങ്ങനെ കൊള്ളൊക്കെ ഒരുമിച്ച് ആണ് കൂടുതലും വരാറുള്ളത്. അൽ ഖവിയുൽ മത്തീൻ. ഖവി എന്ന് പറഞ്ഞാല് ഖവ്വാ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളത്, ഊർജമുള്ളത്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. 42 തവണ ആവർത്തിക്കുന്നുണ്ട്. മത്തീൻ, മത്തിൻ, ദൃഢത. ഖുറാനിൽ 3 തവണ ആണ് ഇത് ആവർത്തിക്കുന്നത് ഈ പദം. അൽ മജീദ്, മജദ 4 തവണ. മജീദ് എന്നുള്ള അതിന്റെ ആ ഔന്നത്യം എന്ന് പറയുന്നത്. മജീദ് 107 തവണയാണ് ഏകദേശം അതിന്റെ ഒരു ആവർത്തനം. ഇത് രണ്ടും കൂടി വരുന്നത്, വാജിദും അതുപോലെ തന്നെ മജീദും ചേർന്ന്. അവിടെ ചെറിയ ഒരു എണ്ണത്തിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അൽ ജലീൽ, ദുൽ ജലാലി വൽ ഇക്റാം. ഇത് ഈ എണ്ണൊന്നും കാണാതെ പഠിക്കണ്ട കേട്ടോ ആരും. അങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് ഇത്ര തവണ വന്നിരിക്കുന്നു, അതിനല്ല ഈ പറഞ്ഞത്. അതിന്റെ ഒരു, നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ അത് ഗ്രഹിച്ചു പോകാനാണ്. ഈ എണ്ണം ചിലപ്പോൾ അത് 70 എന്നുള്ളത് 75 ആകാം. ചിലപ്പോ ഈ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യസ്തപ്പെടും. ചിലപ്പോൾ സെമി ആ എന്നുള്ളത് ഇസ്തമ ഇതിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുണ്ടാവൂല. അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ ഏറ്റവും ചുരുങ്ങിയതാണ് ഈ പറഞ്ഞത്. അൽ ജലീൽ, അതുപോലെ തന്നെ ദുൽ ജലാലി വൽ ഇക്റാം. ഇത് ഒരുമിച്ച് പഠിക്കാം. അപ്പോ ജല്ല, അള്ളാഹു അസ്സ വ ജല്ല എന്ന് പറയില്ലേ നമ്മള്? അള്ളാഹു അസ്സ വ ജല്ല എന്ന് പറഞ്ഞാൽ എന്താ? അസീസായ അള്ളാഹു, ജലീലായ അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം. അത് വെറുതെ നമ്മള് തബാറക തആല എന്ന് പറയില്ലേ? വൽ മുതആലിയായ അള്ളാഹ്, മുതബാരിക്കായ അള്ളാഹ് എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം.
അള്ളാഹു തബാറക സുബ്ഹാനഹു തആല എന്നൊക്കെ പറയില്ലേ. ഇതിനൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. അൽ ഹഫീൽ, സംരക്ഷിക്കുക, സൂക്ഷിക്കുക. നാം ഹഫീലാണെന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളെ സൂക്ഷ്മമായി എന്താണ് സൂക്ഷിക്കുക. അതായത് പൊട്ടാതെ സൂക്ഷിക്കുക, പക്ഷെ അതേപോലെ തന്നെ പറന്നു പോകാതെ സൂക്ഷിക്കുക. അല്ലെ? ഒരു കിളിക്കുഞ്ഞിനെ സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ കിളിക്കുഞ്ഞിനെ സൂക്ഷിച്ച് അങ്ങനെ ഇരിക്കും. അമർത്തി പിടിച്ചാൽ ചത്തും പോവും. എന്നാൽ തുറന്നു പിടിച്ചാൽ അത് പറന്നു പോവും. അല്ലാത്ത രീതിയിൽ അതിനൊരു സൂക്ഷിക്കലുണ്ട്. അള്ളാഹുവിന്റെ എന്തിനെ കുറിച്ചുള്ള ഹഫീൽ അല്ലേ? ഒരു കോഴിമുട്ട അങ്ങനെയല്ല അള്ളാഹ് സൂക്ഷിക്കുന്നത്, അല്ലെ? ഈ ലോകത്ത് മനുഷ്യരൊക്കെ അല്ല അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. ശരിക്കും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തലറിഞ്ഞു വീണ് നിന്ന് ബാക്ക് വന്ന് ഇടിച്ചാലും തീരാവുന്നല്ലേ ഉള്ളൂ നമ്മള്, അല്ലെ? വലിയ ആക്സിഡന്റ് സംഭവിക്കണോ നമുക്ക്? അല്ല, വേണ്ട. ശരിക്കും നമ്മൾ മരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് വീഴ്ചയിലൊന്ന് ചെറിയ പക്ഷെ എന്നാലും വലിയൊരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും അള്ളാഹ് അവിടെ എന്ത് ചെയ്യും? ചിലപ്പോ ഹഫീലായിട്ട് വരും, മരിക്കൂല. അപ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന്റെ സംരക്ഷണം തന്നെ, അവന്റെ നിസ്സാരത കൂടി, മനുഷ്യന്റെ നിസ്സാരതയാണ് അള്ളാഹുവിന്റെ വലിപ്പമാണ്. അൽ മുഹൈമിൻ, മേൽനോട്ടം വഹിക്കുന്നു, കാവൽ നിൽക്കുന്നു. അൽ മുഹൈമിൻ 2 തവണ വരുന്നുണ്ട്. അൽ വക്കീൽ 70 തവണയോളം വരുന്നുണ്ട്. വക്കീൽ നമ്മുടെ നാട്ടില് കാര്യം ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ. നമ്മുടെ നാട്ടിലെ വക്കീലുകൾ എന്നൊക്കെ പറയാറില്ലേ? അത് അറബി ഭാഷയിൽ നിന്ന് കാര്യം ഏൽപ്പിച്ചു കൊടുത്തു. ഞാനല്ല കോടതിയിൽ പോണത്. ശരിക്കും നമ്മുടെ കേസൊക്കെ നമ്മൾ പോയിട്ടാണ് കോടതിയിൽ പറയേണ്ടത്. നമുക്ക് പോയി പറയാനുള്ള വിവരമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുത്തന്നെ എന്ത് ചെയ്യണം? വക്കീൽ എവിടെ നോക്കും. അപ്പൊ വക്കീൽ എന്ന് പറഞ്ഞാൽ മൗക്കൂൽ എന്നാണ്, ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആൾ എന്നാണ് അർത്ഥം. എനിക്ക് വരെ ഞാനല്ല വരിക, ഇയാളാണ് വരിക. എന്റെ അഡ്വക്കേറ്റ് ഇയാളായിരിക്കും, എനിക്ക് പകരം പറയുന്നത് ഇയാളായിരിക്കും എന്നാണ് അർത്ഥം. അപ്പോ അതിൽ വന്ന പദമാണ് യതവക്കലു, തവക്കല, മുത്തവക്കിലു എന്നൊക്കെ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ. തവക്കുൽ അതിൽപ്പെട്ട പദമാണ്. പിന്നെ അൽ വാലി, അൽ മൗല, അല്ലെ? നിഅമൽ മൗല വനിഅമൻ നസീർ. നിഅമൽ മൗല അടിസ്ഥാന റൂട്ട് 232 തവണയോളം വന്നിട്ടുണ്ട്. രക്ഷാധികാരം, അടുപ്പം, സ്നേഹം എന്നൊരർത്ഥമൊക്കെ. വലിയ ഔലിയ എന്നൊരർത്ഥം, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. പിന്നെ അൻ നസീർ, സഹായം നൽകാൻ കഴിവുള്ളതാരാ? അള്ളയാണ്. ഈ ലോകത്ത് മനുഷ്യർ സഹായിക്കും, പക്ഷെ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളത് അള്ളാഹു മാത്രമാണ്. അപ്പൊ നിങ്ങളിപ്പോ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അള്ള വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങളെ സഹായിക്കുന്നവരാണ്, അങ്ങനെ കരുതണം. അപ്പോ യൻസുറുക്കും, മൻസൂർ, ഇൻതസറ, വിജയം നേടി, സ്വയം നിലക്ക് നസറിന് അർഹരാകുമ്പോൾ ഇൻതസറ 158 തവണ. അൽ കാഫി, മതിയാകുന്നവൻ, അല്ലെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ഖുറാനിലായതല്ലേ? നിങ്ങൾക്കൊരല്ലാഹു പോരേ എന്നൊരു പാട്ടിടല്ലേ? അല്ല മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, നിങ്ങൾക്ക് അല്ല മാത്രം പോരേന്ന് ഖുറാനിലായത്താണ്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വേണോ? ചിലവർ പറയും എനിക്ക് ആരുമില്ല, വർത്താനം പറയാൻ ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ബോണസ് ആണ്. ഏ പറയാൻ നിങ്ങൾ ജീവിതത്തിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകും. ഒറ്റപ്പെട്ടു പോകൂല. മുണ്ടക്കയിൽ 13 പേരാണ് നൗഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് ഒരൊറ്റ യാത്രയിൽ പോയത്. ആരുമില്ല. ഉമ്മയും ബാപ്പയും ഭാര്യയും 3 കുട്ടികളും ജ്യേഷ്ഠന്റെ മക്കളും 13 പേര്. ആൾക്കാരുണ്ട്. അൽ കാഫി, അയാൾക്ക് ജീവിച്ചിരിക്കാൻ അപ്പോഴൊരു കാരണമുണ്ട്. കാരണം അള്ളയാണ് ആളെ സൃഷ്ടിച്ചത്, അള്ളയാണ് ആളുടെ ജീവിതത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് അത് ഏറ്റെടുക്കാൻ ഒരാളുണ്ട്, അല്ലെ? അയാളുടെ ജീവിതത്തിൽ എന്ത് സന്തോഷം സംഭവിച്ചാലും സങ്കടം സംഭവിച്ചാലും ഏറ്റെടുക്കാൻ വക്കീലായ അൽ കാഫിയായ അള്ളയുണ്ട്. അപ്പൊ കിഫായ, മതിയായത്. ഫർള് കിഫായ നേടല്ലേ? അത് ഇതിൽ നിന്നുള്ളതുണ്ടോ? അതായത് ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ, ഐൻ എന്ന് പറഞ്ഞാൽ സ്വയം നിലക്ക് ചെയ്യേണ്ടത്. അതിന് കണ്ണെന്ന് അർത്ഥമുണ്ട്, തടി എന്ന് അർത്ഥമുണ്ട്. ഒരാൾ അയാളുടെ തടി കൊണ്ടും ശരീരം കൊണ്ടൊക്കെ ചെയ്യേണ്ടതാണ് ഫർള് ഐന്. ഫർള് കിഫായ എന്ന് പറയുമ്പോൾ കാഫി, മതി. നമ്മൾ വേറെ ഒരു കൂട്ടർ ചെയ്താലും മതിയായി പോകും, പക്ഷെ ആ സമൂഹത്തിന്റെ ഫർളാണ്. അൽ ഹാദി, അൽ ഹാദി നേർമാർഗം കാണിക്കുന്നവൻ. 300 ഹിദായത്ത് എന്നുള്ള പദം, ഹുദ എന്നുള്ള പദം, ഹദിയ സമ്മാനം എന്നുള്ള പദം, ഇതൊക്കെ അതിന്റെ റൂട്ടിൽ നിന്നാണ് വരുന്നത് 316 തവണ. അൽ മുഅ്മിൻ, അൽ മുഅ്മിൻ, അമ്ന് എന്നുള്ള പദത്തിൽ നിന്നാണ് മുഅ്മിൻ ഉള്ളത്. അപ്പൊ ഒരേ സമയം ഒന്ന് നോക്കൂട്ടോ, ഈ പദത്തിന്റെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. മുഅ്മിൻ എന്നുള്ളത് വിശ്വാസികൾക്ക് ഉപയോഗിച്ച പദമാണ്, അല്ലെ? വിശ്വാസത്തിൽ പ്രവേശിച്ചവൻ, സുരക്ഷിതത്വത്തിൽ പ്രവേശിച്ചവൻ.
വിശ്വാസം നൽകുന്നവൻ, സുരക്ഷിതത്വം നൽകുന്നവൻ. രണ്ടർത്ഥമുണ്ട് ഇതിന്. മുഅ്മിൻ രണ്ടർത്ഥമുണ്ട്. അതായത് അള്ളാന്റെ പേര് കൂടിയാണ് വിശ്വാസിക്ക് കൊടുത്തുള്ളത്. മനസ്സിലാക്കണം. അൽ മുഅ്മിനൂൻ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഒരു വിശേഷണമായിട്ട് കൂടി എടുത്ത് വെച്ചുള്ള ഒരു സാധനം. രണ്ടും അർത്ഥവും വെവ്വേറെ അർത്ഥമാണ്. പക്ഷെ അള്ളാഹു സ്വയം നിലക്ക് നമ്മൾ മുഅ്മിനുകളാണ് എന്ന് പറയുമ്പോ അൽ മുഅ്മിൻ, നിങ്ങൾക്ക് ആ വിശ്വാസം തന്നതാരാ? അള്ളാഹുവാണ്. നിങ്ങൾക്ക് ആ സുരക്ഷിതത്വം തന്നതാരാ? അള്ളാഹുവാണ്. അസ്സലാം, സമാധാനം അല്ലെ? അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം റബ്ബന ഹയ്യിനാ ബിസ്സലാം വ അദ്ഖിൽനാ ദാറസ്സലാം. നാളെ പരലോകത്തുള്ള അതിന്റെ സ്വർഗത്തിന്റെ പേരെന്താ? ദാറുസ്സലാം. അസ്സലാമായ അള്ളാഹിന്റെ ദാറ്. 140-ലധികം തവണ വന്നുള്ളത്. ഇസ്ലാമൊക്കെ അതിൽ നിന്ന് വന്നാണ്. ഈ സലാമിലേക്ക് നിങ്ങൾ കയറുമ്പോ എന്താവും? ഇസ്ലാം. ഈ ഇസ്ലാമിന്റെ വഴിയിൽ നിങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം, സലീം, നിഷ്കളങ്കം, അതായത് അനുസരണയുടെ യഥാർത്ഥ വഴിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിഷ്കളങ്കർ, ഋജുമാനസർ ഒക്കെ ആയി മാറും. ഇനി അൽ ഖുദ്ദൂസ്, ഖുദ്സ്, പരിശുദ്ധമായത്. ഏകദേശം 10 തവണയാണ് ആ പദം വന്നിട്ടുള്ളത്. അൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയല്ലോ നമ്മള്, പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം. ഇനി നീതി, വിചാരണ, പശ്ചാത്താപം. അൽ ഹക്കീം, അൽ ഹക്കം, ഈ രണ്ടും വന്നിട്ടുണ്ട്. യുക്തി, വിധി, ഭരണം. ശ്രദ്ധിച്ചോ? മൂന്നുണ്ട്. അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ യുക്തി, അള്ളാഹുവിന്റെ ഭരണം. ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന പദമാണ് ഈ മനുഷ്യരെ കുറിച്ച് എത്ര പേര് നല്ല റെഫറി എന്ന് പറഞ്ഞാലും റെഫറി എന്ത് ചെയ്യും? കള്ളക്കളി കളിക്കും. പക്ഷെ എന്ത് ചെയ്യൂല? അള്ളാഹുവിന്റെ വിധി, അള്ളാഹിന്റെ യുക്തി, അള്ളാഹിന്റെ ഭരണം. ഈ ലോകത്തെ മനുഷ്യർ എത്ര തന്നെ അഹ്കമുൽ ഹാക്കിമീൻ, ഏറ്റവും മികച്ച ഹാക്കിമാരായിരിക്കും അള്ളാഹു ആയിരിക്കും. അൽ ഹക്കീമാണ്, അൽ ഹക്കമാണ്. 210 തവണയുണ്ടോ വരുന്നത് ആ പദം. പിന്നെ അൽ ഗഫൂർ, അൽ ഗഫാർ, അൽ ഗാഫിർ. 230 പാപമോചനം. ആ പദം നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ അത് വിശദമായി പറഞ്ഞതാണ്. പ്രധാന പദങ്ങൾ മഗ്ഫിറത്ത്, ഇസ്തഗ്ഫറ, യഗ്ഫിറു. ഈ പദങ്ങൾ മഗ്ഫിറത്തും ഇസ്തഗ്ഫറ യഗ്ഫിറും തന്നെ പഠിച്ചാൽ ഏകദേശം ഖുർആനിൽ 250ഓളം പദങ്ങൾ കഴിഞ്ഞു. ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ ഇനി നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട വാക്കുകൾ കണ്ട് അതിശയിച്ചു പോകും. നിങ്ങൾ എടുക്കുന്ന എല്ലാ പേജിലും ഒരു 25% ഈ വേർഡുകളായിരിക്കും. നിങ്ങൾക്ക് അറിയാത്ത ഖുർആൻ പദങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ബന്ധിപ്പിച്ച് പഠിക്കണം. നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാല് വലിയ ഡിക്ഷണറി എടുത്തിരിക്കണമെന്നല്ല. ഇത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ വാക്കുകളുള്ളൂ. ഇപ്പൊ നിങ്ങൾ പലരും ടാസ്ക് ഒക്കെ ചെയ്തപ്പോൾ ജെമിനിയും ChatGPT ഒക്കെ വെച്ചുകൊണ്ട് നല്ലതാണ്. പക്ഷെ ഉദ്ദേശ്യപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഗഫറ എന്ന പദത്തിന്റെ കൂടുതൽ അർത്ഥം എന്താണ്? അറബി ഭാഷയിൽ അതിന് സാധാരണ നമ്മൾ പറയുന്നതല്ലാത്ത ഭാഷാർത്ഥമുണ്ടോ? ഇങ്ങനെയൊക്കെ ഇതിന്റെ പിന്നാലെ ഒന്ന് പരതി പോയാൽ കുറച്ച് കൂടുതൽ നല്ല വിസ്മയകരമായ അറിവുകൾ കിട്ടും. അത്തവാബ്, താബ എന്ന് പറഞ്ഞാൽ മടങ്ങി. തൗബ എന്നുള്ള വാക്ക് യതൂബു 87 തവണ. അപ്പോൾ ശരിക്കും പശ്ചാത്തപിച്ചു എന്നാ പറയാ. ശരിക്കും ഒരാള് ഒരുപാട് മുന്നോട്ട് പോയി, അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരം പോയി, പിന്നെ എന്ത് ചെയ്യുന്നു? താബ, അയാൾ അള്ളാഹുവിലേക്ക് തിരിച്ച് വന്നു. ശരിക്കും പശ്ചാത്തപിച്ചു എന്ന് പറയുന്നതിനേക്കാൾ മടങ്ങി വന്നു എന്നാണ് എന്തിന്റെ അർത്ഥം? മലയാളം ശരിക്കും അതിന്റെ ഭാഷാർത്ഥം തന്നെ. ഒരാള് ഒരു ദൂരത്തായ ഒരാൾ വീണ്ടും നടന്ന് വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നു, അടുത്തു എന്നൊരർത്ഥം കൂടി തൗബക്കുണ്ട്. അള്ളാഹുലേക്ക് അടുക്കുകയാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് അകന്നു നിന്നിട്ട് കുറച്ച് പ്രാർത്ഥന നമ്മൾ തൗബയുടെ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ തൗബയാവൂല. അള്ളാഹുലേക്ക് അടുക്കുക കൂടി വേണം തൗബയിൽ. പിന്നെ അഫൂവ്, പൂർണ്ണമായി മായ്ച്ചു കളയുന്നവൻ. അള്ളാഹു ഗഫൂറാണ്, പുറത്തുതരെ മാത്രമല്ല. ഇപ്പൊ ചില ആളുകൾ മനുഷ്യരുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ മനുഷ്യർ പുറത്തൊക്കെ തരും, പക്ഷെ മനുഷ്യർ മായ്ച്ചു കളയൂല. അങ്ങനെയല്ലേ? അള്ളാഹു ഗഫൂറുമാണ്, അഫൂവാണ്. മരിച്ച ആൾക്ക് വേണ്ടി നമ്മൾ പറയുന്നത് അങ്ങനെ, അള്ളാഹു മുഫർ ലഹു വർഹംഹു വആഫിഹി എന്നല്ലേ? മായ്ച്ചും കളയണമെന്നാണ്. ഇപ്പൊ ഒരാളെ കുറിച്ച് ഒരു കമ്പനിയിൽ അയാളൊരു മിസ്റ്റേക്ക് ചെയ്താല് ആ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പഴയ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ചിലപ്പോൾ ആ പേജിനെടുത്ത് കളയും.
പ്രാർത്ഥിക്കണം. അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോൾ യാ അഫു. അതുകൊണ്ടാണ് ഏറ്റവും മികച്ച പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ. പടച്ചവനെ നീ പുറത്തു തരുന്നവനാണെന്ന് നമ്മൾ പറയാറ്. അല്ല, ചെയ്തതൊക്കെ മായ്ച്ചു കളഞ്ഞു, ഡെലീറ്റ് ചെയ്ത് തന്നെ കളഞ്ഞു. സെർച്ച് ഹിസ്റ്ററി പോലും ഉണ്ടാവാത്ത രീതിയിൽ അതിനെ കളയണേ എന്നാണ്. കാരണം കിയാമത്തെ നാളില് ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കൂടി കുടുങ്ങും. അപ്പോ ഗഫൂറായ അള്ളാഹ് അഫൂവും കൂടിയാണ്. ഇനി അൽ ഹസീബ്, കണക്കാക്കുന്നു. ഹസിബ, ഹിസാബൊക്കെ അതിലുള്ളതാണ്. നാളെ അല്ല, അപ്പൊ യഥാർത്ഥത്തിൽ ഹിസാബ് ചെയ്യുന്ന അള്ളാഹ് അൽ ഹസീബ് കൂടിയാണ്. ഹിസാബ് ചെയ്യുന്ന അള്ളാഹ് അൽ ഹസീബ് അല്ലാത്ത അള്ളയാണ് ഹിസാബ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യർ കുടുങ്ങിപ്പോവും. അതുകൊണ്ടുകൂടിയാണ് ഹിസാബിനുടയവൻ അൽ ഹസീബ്. അൽ മുഖ്സിത്ത്, അൽ അദിൽ, നീതി. ഏകദേശം 28 തവണ ഖുറാനിൽ വരുന്ന പദമാണ്. പിന്നെ കസത്ത എന്ന് പറഞ്ഞാല് ഇങ്ങനെ മുറിക്കുക എന്നൊരു അർത്ഥമുണ്ട്. കൃത്യം നീതിപൂർവം വിഭജിക്കുക. അങ്ങനെ ഉണ്ടല്ലോ, 8 പേർക്ക് 8ആക്കി വിഭജിക്കുമ്പോൾ മനുഷ്യരെത്ര മുറിച്ചാലും എന്താവും അല്ലെ? അതിൻ്റെതായ ഒരു ഡൈ വെച്ച് മുറിച്ചാലും ഡൈയുടെ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു തരിയെങ്കിലും ചിലപ്പോൾ മുറിച്ചു കഴിഞ്ഞിട്ടുള്ള കേക്കിന്റെ പീസിൽ നിന്ന് ചാടിപ്പോവും. അള്ളാഹുവിന്റെ അതിലിൽ അത് ഉണ്ടാവൂല. അള്ളാഹുവിന്റെ നീതിയിൽ കൃത്യമായിരിക്കും. അൽ ഹലീം, സഹനശീലം, വിവേകം. ഈ ലോകത്ത് വിവേകത്തോടു കൂടി അള്ളാഹ് കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മഞ്ഞക്കാടും റെഡ് കാർഡും ഒന്നും വേഗം എടുക്കൂല അള്ളാഹ്, അല്ലെ? വേഗം എടുത്താൽ കുടുങ്ങും, മനുഷ്യൻ കുടുങ്ങും. മനുഷ്യന് റെഡ് കാർഡൊന്നും അള്ളാഹ് എടുക്കണേ ഇല്ല. ജസ്റ്റ് നോട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ ഇടണുള്ളൂ മറ്റേ ആ ബുക്കില്. ബാക്കി ഇങ്ങനെ ഈ എത്ര വലിയ സഹനമായിരിക്കും അള്ളാഹിൻ്റെത്. ഈ ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഭരിക്കുന്ന ലോകമൊക്കെ അള്ളാഹ് ഈ 2026 ഇരുന്നിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ഇരുന്നിട്ട് ഈ ചെങ്ങായി മനുഷ്യന്മാര് എത്രയോ നിസ്സാരനായ മനുഷ്യനിൽ ഈ ലോകം മുഴുവൻ ബോംബിട്ട് നടക്കാൻ വേണ്ടുന്ന എങ്ങനെയായിരിക്കും അള്ളാഹുവിന്റെ ഹിൽമ ഉണ്ടാവുക? കാരണം അപ്പുറത്ത് കുറെ ഗസയിലെ മനുഷ്യര് കൊള്ളുന്നു. മനുഷ്യർ അള്ളാഹു വിശ്വസിച്ചു എന്നുള്ള പേരിൽ മാത്രം കൊള്ളുന്നു. നമ്മളൊക്കെ ഇപ്പൊ പോയിട്ട് അങ്ങോട്ട് ശരിയാക്കാന്നുള്ള രീതി. ഇത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാക്കിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് ഇവിടെ നിന്ന് അള്ളാഹ് എന്നൊരു പാട്ടുണ്ട്, ദുനിയാവിൻ അല്ല അങ്ങനെ എന്തോ ഒരു പാട്ടില്ലേ, ദുനിയാവിൻ മൈതാനത്ത് കളിപ്പന്തും ഇട്ടുകൊടുത്ത് മേലാപ്പിൽ കുത്തിയിരുന്ന് കളി കണ്ട് രസിക്കും ഒരാള്. അതായത് മനുഷ്യരിവിടെ ഇതില് കരുക്കളാണ്. മനുഷ്യല്ലേ ഓരോരുത്തരും എന്തുദ്ദേശത്തിലാണ് കളിക്കണെന്നുള്ള ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. മനുഷ്യർ ഈ ലോകത്ത് നമ്മൾ കളിക്കുന്ന കളിയിലൊക്കെ നിൽക്കുന്ന റെഫറിമാരെ പോലെ തോന്നിയോടത്ത് ഗോളും തോന്നിയോടത്ത് ഗോള് കൊടുക്കാതെയൊക്കെ ഇങ്ങനെ നിന്നാല് ഈ പാടച്ചോൻ അങ്ങനെ നിൽക്കൂലല്ലോ. അപ്പൊ അൽ ഹലീം, സഹനശീലം, വിവേകം. അപ്പോ നീതിമാനും യുക്തിമാനുമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഹെൽമു കൂടി അതിന്റെ ഭാഗമാണ്. പിന്നെ അസ്വബൂർ, ക്ഷമ, സഹനം. അത് സ്വബൂറിലേക്ക് ചേർത്ത് പറയാവുന്നതാണ്. സ്വാബിറൂൻ, ഇസ്ബിർ. അൽ മുൻതഖിം, ഇങ്ങനെയൊക്കെ അള്ളാഹ് ശിക്ഷിക്കും, പിടികൂടും, പ്രതികാരമുണ്ടാവും. വല്ലാഹു അസീസുൻ സുൻതിഖാം, പ്രതികാരമുള്ളവനാണ് അള്ളാഹ്. പക്ഷെ അള്ളാഹു പ്രതികാരമുള്ളവനാണെന്നൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ അവിടെ എടുത്തു നോക്കിയാൽ മതി. ഏതോ ഒരു ചെറിയൊരു മനുഷ്യൻ ചെയ്യുന്ന കുറ്റത്തിനായിരിക്കൂല അവിടെ പറയണ്ടാവുക, തെറ്റിനായിരിക്കൂല. മനുഷ്യൻ അവന്റെ അതിരും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് മനുഷ്യൻ എത്രയോ അതിന്റെ സീമകൾ ലംഘിക്കുമ്പോൾ അവിടെ ആയിരിക്കും പറയുന്നത് ഇന്നാമിനൽ മുജിരിമീന മുൻതഖിമൂൻ. അതിക്രമികൾ അവർ വിചാരിക്കണ്ട അല്ലാ തഹ്സബൻ അല്ലാഹ് ഗാഫിലൻ, അള്ളാഹ് അശ്രദ്ധനാണെന്ന് കരുതണ്ട. വരും, മാറ്റർ ഓഫ് ടൈം. അതൊരു സമയപ്രശ്നം മാത്രമാണ്. ഇപ്പൊ ഇന്തിഖാം, ശിക്ഷാ നടപടി, 17 തവണ ആ വാക്ക് വരുന്നുണ്ട്. അൽ മുഹ്സി, ഇത് എത്രയാണ് അല്ലെ? ഏറ്റവും അവസാനം സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരൂലേ കളിയൊക്കെ കഴിഞ്ഞാൽ? ഓരോരുത്തർക്ക് 5.5, ഓരോരുത്തർക്ക് 7.5 അല്ലെ? കളി കഴിഞ്ഞാൽ എത്ര ഷോട്ട് അടിച്ചു, ഷോട്ട് ഓൺ ടാർഗറ്റ്, മറ്റേത്, ഇങ്ങനെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നുണ്ടത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് മനുഷ്യൻ. പക്ഷെ അപ്പോൾ പോലും ബോൾ തന്നെ കിട്ടാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ ശരിക്കും, ബോൾ എത്താത്തോണ്ടാണ്. അപ്പൊ ഈ ലോകത്ത് മനുഷ്യരുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രം മനുഷ്യർക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ പറ്റൂലല്ലോ. പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം അല്ല കൊടുത്തിട്ടുണ്ടാവും. ചിലർക്ക് പെർഫോമൻസ് ചെയ്യാനേ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ജീവിതത്തിൽ ഒരു അവസരം ഉണ്ടാവും. പക്ഷെ അള്ളാഹു അത് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായിട്ട് ഒരു പണി ചെയ്യേണ്ട, ആ ചെയ്യേണ്ട ഒരു പണി ഉണ്ടാവും. ആ പണി അയാൾ ചെയ്താൽ വേറെ വലിയ രീതിയിലായിരിക്കും. വഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ, സൂറത്ത് യാസീൽ പറയല്ലേ,
അത് കൃത്യമായിട്ട് അള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് മനുഷ്യര് ഈ ലോകത്ത് ഇപ്പോ വലിയ മാർക്കൊന്നും കൊടുക്കൂല. പിന്നെ ജീവൻ, പ്രകാശം, ആത്യന്തികത, അബ്സല്യൂട്ട് റിയാലിറ്റി, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹഖ്, അൽ ഖാദിർ, അൽ വാഹിദ്, ഏകൻ, കഴിവുള്ളവൻ, എന്താണ് യഥാർത്ഥ യാഥാർത്ഥ്യം, സത്യം. യഥാർത്ഥ സത്യം എന്താ? ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന സത്യത അള്ളയാണ്. അപ്പോ ഇത് അള്ളാഹിന്റെ മുഴുവൻ വിശേഷണം ഉണ്ടോ? അൽ ഖാദിർ, അൽ ഹഖ്, അൽ വാഹിദ്, ഏകൻ. നീ അസ്വമദ്. അസ്വമദ് എല്ലാവരും ആശ്രയിക്കേണ്ടവന്, വേറെ ആരും ഇല്ലാത്തവന്. ഖുറാനിൽ ഒരേ ഒരു തവണ ആ വാക്ക് വന്നുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഖുറാൻ പണ്ഡിതന്മാര് പറഞ്ഞുള്ളതാണ്. അള്ളാഹുവിന് വേറെ ആരും വേണ്ട, നിങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ വേണമെന്നുള്ള വാക്ക് അള്ളാഹു കൂടെ കൂടെ ഒരു 100 തവണ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞിട്ടില്ല, ഒരു തവണ പറഞ്ഞിട്ടുള്ളത്. കുല്ലു അള്ളാഹു അഹദ്, അള്ളാഹു അസ്വമദ്. അപ്പോ ഒരു പദം എത്ര ആവർത്തിക്കണോ? യഗ്ഫിറു, മനുഷ്യർക്ക് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് കൂടെ കൂടെ പുറത്തു കൊടുക്കണം. അതുകൊണ്ട് 950 തവണയൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹു ഇങ്ങനെ കൂടെ കൂടെ അസ്വമത്, ഞാൻ അസ്വമതാണ്, അസ്വമതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ? ഇല്ല. ലാ ഇലാഹ എന്ന് പറയാം. കാരണം നിങ്ങൾ ഇങ്ങോട്ട് ആരാധിക്കേണ്ട വിഷയത്തിൽ ഒക്കെ പറയണം. അസ്വമത് എന്നുള്ള പദം ഖുറാനിൽ ഒരു തവണയേ ഉള്ളൂ. അള്ളാഹിനെ കുറിച്ചുള്ള ഏറ്റവും സൂപ്പർ വിശേഷണം എല്ലാവരും ആശ്രയിക്കേണ്ടവർ. കുല്ലു അള്ളാഹു അഹദ്, അള്ളാഹു അസ്വമത്. വേണമെങ്കിൽ എല്ലായിടത്തും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം, അങ്ങനെ പറഞ്ഞല്ല. പക്ഷെ അർ റഹ്മാനുർ റഹീമും ഉണ്ട്. കാരണം അത് മനുഷ്യരായ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അള്ളാഹുവിനേക്കാൾ ആവശ്യമായിരിക്കണം നിങ്ങൾക്കാണ്. അസ്വമത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണം, അത് ഒരെണ്ണൊക്കെ പറഞ്ഞാൽ മതി. ഇനി അൽ ഔവൽ വൽ ആഹിർ, ആദിയുള്ളവൻ, അനാദികാലം തൊട്ടേയുള്ളവൻ നീ മാത്രം യാ റബ്ബി, അനന്തമായി നിലനിൽക്കുന്നോനും നീ മാത്രം യാ റബ്ബി. എന്നാ തുടങ്ങിയത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ബാധകമാണ്. എന്നാണ് ഡേറ്റ് ഓഫ് ഡെത്ത് നിങ്ങൾക്ക് ബാധകമാണ്. അപ്പൊ അൽ ഔവൽ, അൽ ആഹിർ, ആഹിറത്ത് എന്നുള്ള പദമൊക്കെ ഏകദേശം 250 തവണ, 170 തവണയൊക്കെ ഈ പദങ്ങൾ ഔവലും ആഹിറും വരുന്നുണ്ട്. അല്ലാഹിർ, പുറത്തുള്ളവൻ. ലുഹർ, ലുഹർ സമയം പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള പകലിന്റെ സമയമാണ് ലുഹർ, അല്ലെ? അല്ലാഹിർ, പുറത്ത് വരുന്നവൻ. മുതുക്, പുറംഭാഗം, അത് ലഹറാണ്. പിന്നെ ബാത്തിൻ, ഉള്ളിലുള്ളത്. ബത്തൻ എന്ന് പറഞ്ഞാൽ വയറാണല്ലോ, അല്ലെ? ഉള്ളിലുള്ളത്. അപ്പോ ഏകദേശം ഈ പദങ്ങളൊക്കെ പരസ്പരം ബന്ധമാണ്. ലഹർ, ലാഹിർ, ബത്തന്, ബാത്തിന്. വയറ് ബത്തൻ എന്നല്ലേ, ബാത്തിൻ. ഇങ്ങനെ സൂക്ഷ്മമായി പഠിച്ചാൽ വളരെ രസകരമായി നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമ്മൾ ഓരോ ആയത്തിൽ നിന്നും ഇങ്ങനെ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം എന്ന് തുടങ്ങാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ പഠിക്കണം. അത് വേറൊരു സ്റ്റൈലാണ്, പഠിക്കണം. പക്ഷെ ഇങ്ങനെ കൂടി നിങ്ങൾ ഒന്ന് കുത്തിയിരിക്കാൻ തയ്യാറായാലും ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് നിങ്ങൾ ഇതല്ലാതെയും കൂടി ചെലവഴിക്കണം കേട്ടോ. പിന്നെ അൽ മുഖദ്ദിം, ചില കാര്യങ്ങൾ നേരത്തെ അള്ളാഹ് ഇങ്ങോട്ട് കൊണ്ടുവരും. അൽ മുഅഖിർ, ചിലത് ഇപ്പൊ വേണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ അള്ളാഹ് കരുതണ്ടാവൂല ഇപ്പൊ വേണമെന്ന്. ചിലത് അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് വെക്കും. ചിലത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എന്താണ് നേരത്തെ അങ്ങോട്ട് സംഭവിപ്പിക്കും അള്ളാഹ്. ചിലര് എനിക്ക് ഇപ്പൊന്നും കുട്ടി വേണ്ടാന്നൊക്കെ കരുതും ചിലര്, അല്ലെ? ഇവര് കരുതിയിട്ടുണ്ടാവും, അള്ളാഹ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ തന്നെയാണ്. ചിലവര് ഗൾഫിൽ പോകണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും, ഗൾഫിൽ കണ്ടിട്ട് നേരെ നല്ല ജോബിൽ പോയിട്ട് ആദ്യം ലാൻഡ് ചെയ്യൂലേ ചിലവര്. ഇതൊക്കെയാണ് മുഖദ്ദിമ്. അതായത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് ഇടപെടുന്നത് ഈ ചിലയിടത്ത് അള്ളാഹു നമ്മളെ മുഖദ്ദിമാക്കിയിട്ടുണ്ടാവും, മുഖദ്ദമാക്കിയിട്ടുണ്ടാവും. നമ്മൾ അള്ളാഹ് മുഖദ്ദിമാവും, നമ്മ മുഖദ്ദമാവും. ചിലയിടത്ത് അള്ളാഹ് വേണ്ടാന്ന് പിന്നത്തേക്ക് വെച്ചിട്ടുണ്ടാവും, അപ്പൊ നമ്മ മുഅഖറാവും. പിന്നെ അൽ ഖനി, അൽ ഖനി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സമ്പന്നൻ എന്നാ പറയാറുള്ളത്. വേറൊന്നും വേണ്ടാത്തവൻ, സ്വയം നിലക്ക് പര്യാപ്തത. അസ്വമതിന്റെ വേറൊരു അർത്ഥമാണ്. പക്ഷെ മനുഷ്യരിലേക്ക് ചേർത്ത് പറയുന്നതുകൊണ്ട് മനുഷ്യർ ഖനിയാണെന്ന് കരുതും. അപ്പൊ പറയും നിങ്ങളല്ല ഖനി, അൽ ഖനി, യാ യുഹന്നാസ് അൻതുമുൽ ഫഖറ വല്ലാഹു അൽ ഖനി. നിങ്ങളൊക്കെ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ദരിദ്രരാണ്. അള്ളാഹു അൽ ഖനി, അള്ളാണ് ഖനി എന്ന് പറയാം. അൽ മാനിയ, തടുക്കുന്നവൻ, ചിലത് വേണ്ടാന്നുള്ള വെക്കും. അപ്പൊ ഈ പദങ്ങളൊക്കെ 73 64 തവണ വന്ന്. അന്നൂർ, അള്ളാഹു നൂറുസമാവ, അന്നൂർ 194 തവണ. അതിൽ നിന്നാണ് നൂറും നാറും മുനീറും അങ്ങനത്തെ ഉള്ള വാക്കുകളൊക്കെ വരുന്ന അവിടെ നിന്നാട്ടോ, നാർ. അൽ ബാക്കി, ബാക്കിയാകുന്നവൻ, ബക്കിയത്ത്, നിലനിൽക്കുന്നത് എന്നൊക്കെ ഒരു അർത്ഥം. അപ്പോ അൽ വാരിസ്, അനന്തരാവകാശം. ഏറ്റവും വലിയ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് അനന്തരാവകാശി ആരാ ശരിക്കും, അല്ലെ? ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കൊടുത്തു പോയല്ലേ. ഈ വില്ലേജ് ഓഫീസർ ഇല്ലല്ലോ ആദം നബിയുടെ കാലത്ത്. ഖിയാമത്ത് നാള് 1-ാം തീയതി ദുനിയാവും, 31-ാം തീയതിയും
എല്ലാ താലൂക്ക് ഓഫീസും പോയില്ലേ, പിന്നെ ഭൂമി സർവേ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആരാണ് അനന്തരാവകാശി? ഈ ലോകത്തുള്ള എല്ലാത്തിന്റെ അനന്തരം എടുക്കുന്ന അള്ളയാണ്. ഈ ലോകത്ത് മനുഷ്യന്റെ സ്വത്ത് മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണോ കരുതുന്നത്, ഇത് ബാക്കി വെക്കണമല്ലോ. ഇതൊക്കെ ഇന്നാ നെഹ്നു നരീസു, നാമാണ് ഇതിനെ അനന്തരം എടുക്കുന്നത്. മനുഷ്യർ ഈ ഓടുന്നെല്ലാം അർ റഷീദ്, റുഷ്ദ് കാട്ടുന്നവൻ, വിവേകം എന്നൊരർത്ഥം കൂടി ഉണ്ട് അതിന്. പക്ഷെ അതേസമയം നിങ്ങൾക്ക് നേരായ വഴി കാണിക്കുന്നവൻ. ഹിദായത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതാണ് നല്ലതെന്ന്. അതല്ല, നിങ്ങൾക്ക് ഇതാണ് നല്ലതെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ അർ റഷീദ്. അല്ലാർ അന്നാഫിയ, നിങ്ങൾക്ക് ഉപദ്രവവും ഉപകാരവും യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് അള്ളാഹ്ക്ക് മാത്രമാണ്. അപ്പോൾ 50 തവണ വീതം അത് വന്നിട്ടുണ്ട്. അല്ലാർ എന്നുള്ളത് 84 തവണ വന്നിട്ടുണ്ട്. അൽ മുഹീ അൽ മുമീത്ത്, ജീവിതം നൽകുന്നവൻ. നമ്മൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 5 കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്താ? അൽ ഖാലിഖ്, പിന്നെന്തായിരുന്നു? അർ റാസിഖ്, അൽ മുഹീ, അൽ മുമീത്ത്, അൽ മുദബ്ബിർ. അപ്പൊ അതില് അൽ മുഹീ അൽ മുമീത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയം. ഈ ലാ ഇലാഹ ഇല്ലല്ലാ, ഈ ഇലാഹിലേക്കാണ് ഇതൊക്കെ ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് ഇതിലൊക്കെ അള്ളാഹു ഒന്നാണ്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം, ഹബീബ് സാഹിബെ. അപ്പോ കാരണം ഇതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഇത് അവസാനത്തെ ഈ ഒരു സാധനം നോക്കിക്കോളി നിങ്ങൾ. അപ്പൊ നമ്മൾ കണ്ട തീം 1, കാരുണ്യം, സ്നേഹം, ഔദാര്യം, 793 പദങ്ങളാണ് വന്നുള്ളത്. ജ്ഞാനം, കേൾവി, സാക്ഷ്യം, ഇപ്പൊ ഷഹീദ്, അലീം, സമീ ഒക്കെ വന്നത് നോക്കി 1523 തവണയാണ്. ഹലക്ക, മാലിക്, ഭാര്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലത്ത് 1010 പദങ്ങൾ. ഇസ്സത്ത്, അതുപോലെ തന്നെ അലീം എന്നുള്ള പദങ്ങൾ 658 തവണ. സംരക്ഷണം, സുരക്ഷിതത്വം, മാർഗദർശനം, ഹിദായത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹഫീള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ട്. 2228 തവണ വന്നിട്ടുണ്ട്. നീതി, വിചാരണ, പശ്ചാത്താപം, ഹസീബ്, അതുപോലെ തന്നെ അദിൽ, മുഖസിത്ത്, തവ്വാബ് 893 തവണ. അതുപോലെ തന്നെ അന്നൂർ, അൽ ഹയ്യ്, അൽ ഖയ്യൂം, ഈ ലോകത്ത് നിത്യമായി നിലനിൽക്കുന്ന അള്ളാഹു 1811 തവണ. അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ. ഇനി പരമോന്നത ഔദാര്യവും വിധി തീർപ്പും, നേരത്തെ നമ്മൾ പറഞ്ഞ അൽ മുത്തആലി, അതുപോലെ തന്നെ ഈ ലോകത്ത് പരലോകത്തും നമുക്ക് നീതിയും മറ്റു സംഗതി, അൽ മുഹ്സി, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നവൻ 720 തവണ. പിന്നെ ഒരു ഭാഗം ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്ന ആയത്തുകളുമായി ബന്ധപ്പെട്ടുള്ളത്, അത് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. നിങ്ങളോട് ഓതി വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇതൊക്കെ അടക്കം 10,000-ത്തിലധികം തവണ ഈ 75 വാക്കുകൾ റിപ്പീറ്റ് ചെയ്തു വരികയാണ്. ഈസ് ദാറ്റ് ഇനഫ്? അതായത് അള്ളാഹിന്റെ ഒരു പേര് അൽ അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ ഓക്കെ, അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. അത് പഠിക്കുന്നതോടൊപ്പം അത് ഖുർആൻ പഠിക്കാൻ കൂടിയുള്ള ഒരു എളുപ്പ വഴിയായിട്ട് കൂടിയാണ് അള്ളാഹ് അത് വെച്ചിട്ടുള്ളത്. ഈ ലോകത്തെ ഈ വലിയ വലിയ കിതാബുകളൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വലിയ പദങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യരെ കൺഫ്യൂഷനാക്കുകയാണ് ചെയ്യുക, അല്ലെ? ഫ്ലോക്സിനോസ് ഇൻഹിലിപ്പിലിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അതെന്താണെന്നുള്ള പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? അതിനെക്കുറിച്ച് കുറെ പറയേണ്ടി വരും. അങ്ങനെയല്ല, അള്ളാഹ് ഒരു സംഗതി പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അർ റഹ്മാൻ അർ റഹീം എന്നല്ലേ പറയുന്നത്. അതായത് ഈ ലോകത്ത് മനുഷ്യൻ സിമ്പിളാക്കി തന്നെയാണ് പറയുന്നത്. അപ്പൊ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? അഫുവും ഗഫൂറും ഉഫ്രാനും, അതുപോലെ തന്നെ നാളെ പരലോകത്തെ രക്ഷയും, ഇതൊക്കെയാണ്. മനുഷ്യന്റെ റിസ്ക്കും ഏറ്റവും സിമ്പിളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതിന്റെ കനവും ആശയവും ഗാംഭീര്യവും ഉണ്ട്. പക്ഷെ മനുഷ്യർക്ക് പഠിക്കാനും ഓർത്തു വെക്കാനും അത് അത്രമേൽ എളുപ്പത്തിൽ തന്നെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്നുകൂടിയാണ് ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഓതാനൊക്കെ തരുന്നത് അത് നിങ്ങൾ ഓതി തന്നെ പോകണം ഇൻഷാ അള്ളാഹ്. അക്കൂട്ടത്തിൽ സാധ്യമാകുന്നവർ ഒരു ഓരോ തീമിൽ നിന്ന് ഓരോ ആയത്തുകളൊക്കെ പഠിക്കുക. ഇപ്പോൾ അർ റഹ്മാൻ റഹീമിനെ കുറിച്ച് നമുക്ക് ഒരു ആയത്തൊക്കെ കിട്ടും. വാരിസിനെ കുറിച്ച് പറയുമ്പോൾ ഖൈറുൽ വാരിസീൻ എന്നൊക്കെ ഉള്ളത് പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇന്നലെ അവസാനം തന്ന നോട്ടുള്ളത്. കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും. നഹു അൽ ഹക്കുൽ മുബീൻ. അപ്പോ അൽ ഹക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അന്നൂറ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഈ പദങ്ങൾ എവിടേക്കാണ് കൂടുതൽ വന്നിട്ടുള്ളത്? ആയത്തുകൾ തേടിപ്പിടിച്ച് പഠിക്കാൻ പറ്റിയാൽ അത് കുറെ കൂടി മനോഹരമായ ഒരു അനുഭവമായിരിക്കും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സാം വലൈക്കും വറഹമത്തുള്ള.